സ്റ്റാർട്ട് ചെയ്തോ? Okay. Okay. Assalamu alaikum wa rahmatullahi wa barakatuhu. Allahumma inni a'udhu bika min ilmin la yanfa wa qalbin la yakhsha wa nafsin la tashba wa du'a'in la yusma. Allahumma la ilma lana illa ma 'allamtana innaka antal alimul hakim. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatan min lisani yafqahu qawli. Assalamu alaikum wa rahmatullahi wa barakatuhu. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്റ്റാർട്ട് ചെയ്തല്ലേ? എല്ലാവരും റെഡി അല്ലേ? ഓ, റെഡിയാണ്. ഓക്കെ. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുമ്പ് നിങ്ങളെ മിഷ്കാത്തിന്റെ ഗ്രൂപ്പിന്റെ ഒരു ഗെറ്റ് ടുഗെദർ ഉണ്ട് എന്ന് ഒരുപാട് ആൾക്കാർ എനിക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഓഗസ്റ്റിന് ഇൻഷാല്ല മിഷ്കാത്തിന്റെ ഒരു ഗെറ്റ് ടുഗെദർ ഉണ്ട് എന്നൊക്കെ. അപ്പൊ നിങ്ങൾ അതിന് ഭയങ്കര ഒരു ആവേശമായിരിക്കൂല്ലേ? നെക്സ്റ്റ് മന്ത് ഇങ്ങനെ എല്ലാവരും കാണുക, ഒന്ന് പരിചയപ്പെടാൻ ഇതാക്കുക എന്നുള്ള ആ ഒരു ആവേശം ഉണ്ടാവൂലേ എല്ലാവർക്കും? എല്ലാരെയും ഒന്ന് കണ്ടുമുട്ടുക എന്നുള്ളത് ഉണ്ടാവൂലേ? ഇല്ലേ? ഉണ്ട് അല്ലെ? എല്ലാവർക്കും ആ ഒരു ഒന്ന് കാണണം, ഒന്ന് കണ്ടുമുട്ടണം, കുറച്ചൊന്ന് സംസാരിക്കണം, എല്ലാവരും ഒന്ന് ഒത്തുകൂടണം എന്നുള്ളത് ഭയങ്കര ഒരു ഇതാണ് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റെഡിയാണോ ശരിയായ ഒരു കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട്? നമ്മള് ബാക്കിയുള്ള എല്ലാ ഗെറ്റ് ടുഗെദറിനും ബാക്കിനൊക്കെ നമുക്ക് ഭയങ്കര ആവേശം ഉണ്ടാവും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലനെ കണ്ടുമുട്ടാൻ നമ്മൾ റെഡിയാണോ? അതായത് എനിക്ക് എന്റെ റബ്ബിനെ കാണാൻ കൊതിയാവുന്നു, എനിക്കൊന്ന് എന്റെ റബ്ബിനെ കണ്ടാ മതി എന്നുള്ള ആ ഒരു ഫീലിങ് നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കാം. നമ്മൾ പല ഗെറ്റ് ടുഗെദർ വരും, നമുക്ക് പിന്നെ അത് തന്നെയായിരിക്കും ചിന്ത, ഇനി നെക്സ്റ്റ് മന്ത് അത് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നുള്ളത്. പക്ഷെ നെക്സ്റ്റ് മൊമെന്റ് ഞാൻ എന്റെ റബ്ബിന്റെ അടുത്തേക്ക് കണ്ടുമുട്ടേണ്ട ടൈം ആവും എന്നുള്ളത് നമ്മൾ അധികം ആൾക്കാർ ചിന്തിക്കുന്നില്ല. അപ്പൊ നമ്മളിൽ എത്ര പേരുണ്ട് ജസ്റ്റ് ഒന്ന് ആലോചിക്കുന്ന, ജസ്റ്റ് ഒന്ന് അവിടെ നമ്മളെ നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒരു മുസല്ലയിൽ അവിടെ ഇരുന്നിട്ട് പറയുന്നത്, യാ റബ്ബേ എനിക്ക് നിന്നെ കാണണം, യാ റബ്ബേ എനിക്ക് നീ എങ്ങനെയാണ്, നീ എന്താ സംഭവം, എനിക്ക് ശരിക്കൊന്ന് കാണണേനു, യാ റബ്ബേ ഭയങ്കരമായിട്ട് കൊതിക്കുന്നുണ്ട് നിന്നെ കാണാൻ വേണ്ടിയിട്ട്. എത്ര ആൾക്കാർ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് നിന്നെ കൊതിയാന്ന് കാണാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. നമ്മൾ പറയും അള്ളാനെ കാണണം, അള്ളാനെ കണ്ടുമുട്ടണം എന്നുള്ളത്. പക്ഷെ അവിടെ ഇരുന്നിട്ട് അള്ളഹാനോട് നമ്മൾ പറയുന്നതാണ്, യാ റബ്ബേ എനിക്ക് നിന്നെ കാണണേനു, എനിക്ക് ഭയങ്കര പൂതിയാണ് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു ഫീലിംഗ് നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ഇപ്പൊ ഒരു ചെറിയ എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ, ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാള് നമുക്ക് ഭയങ്കരമായിട്ട് എന്നും നമ്മൾ ഭയങ്കര ക്ലോസ് ആന്ന് വിചാരിക്കും. അപ്പൊ അയാളോട് എല്ലാവരും ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് അയാളോട് മെല്ലാണ് പോയിട്ട് ഫോൺ എടുത്തിട്ട് മെല്ലാണ് ഒരു റൂമിന്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ അയാൾക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നു. ഇനി അയാൾ ഇതുവരെ സംസാരിച്ചിട്ടില്ലാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു മിസ്സിങ് ഉണ്ടാവും. ആ ഒരു മിസ്സിങ് ഫീലിംഗ് നമ്മൾ എപ്പെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കുറച്ചു നേരം ഒരു വിട്ടു നിൽക്കുന്ന സമയത്ത്, യാ റബ്ബേ എനിക്ക് നിന്നെ ഭയങ്കര മിസ് ചെയ്യുന്നുള്ള ആ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക. ഇപ്പൊ ഒരു ഭക്ഷണം നമ്മള് ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ 2 നേരം ഭക്ഷണം കഴിച്ച് നമുക്ക് ഇങ്ങനെ ഒരു വിശക്കാൻ തുടങ്ങും അല്ലെ? ഒരു എന്തെങ്കിലും വിശക്കുന്ന നമുക്ക് ഭക്ഷണം വേണമെങ്കിൽ ആ ഒരു ഫീലിംഗ് വരും. അങ്ങനത്തെ ഒരു ഫീലിംഗ് നമുക്ക് അള്ളയായിട്ടുണ്ടോ നോക്കുക. അതായത് എനിക്ക് ഇപ്പൊ എവിടെയെങ്കിലും ഒരു പരിപാടിക്കോ എന്തിനെങ്കിലും പോയാല് നമ്മളിങ്ങനെ കൊതിക്കുന്നുണ്ട്, യാ റബ്ബേ ഇതിപ്പോ ബാങ്ക് കൊടുക്കുക, എനിക്കൊന്ന് നിസ്കരിക്കണേനും, എനിക്കൊന്ന് നിന്റെ മുന്നിൽ വന്നിട്ട് നിൽക്കണേനും, അങ്ങനെ കൊതിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. എന്തെങ്കിലും എവിടെങ്കിലും പോയാലും അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ പണിയെടുക്കുന്ന സമയത്ത്, ഈവൻ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ, യാ റബ്ബേ ഇതെപ്പോ ബാങ്ക് കൊടുക്കുക, എനിക്ക് നിന്റെ അടുത്തേക്ക് വരണേനും. മീൻസ് നമ്മള് ബാക്കി നിങ്ങൾക്ക് ഒരു കുക്കിംഗ് പണിയുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കൂലല്ലോ. പക്ഷെ നേരെ മറിച്ച് അള്ളാഹ് വിളിക്കുന്നുണ്ട്, ഫർദ് നമസ്കാരമാണെങ്കിൽ നമ്മൾ അതൊക്കെ അവിടെ ഇട്ടിട്ട് പോകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പണിയൊക്കെ എടുക്കുന്ന സമയത്ത്, യാ റബ്ബേ ഇതെപ്പാ വിളിക്കുക, ഇതെപ്പാ സമയാവാം, ഭയങ്കരമായിട്ട് പൂതിയാണ് നിന്റെ മുന്നിൽ വന്നിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എത്ര ആൾക്കാരുണ്ട് രാത്രി ആയാല് വേഗം പണിയെല്ലാം തീർത്തിട്ട് എനിക്ക് 1:30 2 മണിക്ക് എണീച്ചിട്ട് അള്ളാന്റെ മുന്നിൽ നിൽക്കണേ. അത് ജസ്റ്റ് അള്ളാന്റെ അടുത്ത് കൂലി കിട്ടാനോ അല്ലെങ്കിൽ സ്വർഗം കിട്ടാനോ ഇതിനൊന്നും വേണ്ടിയിട്ടല്ല. എനിക്ക് എന്റെ റബ്ബിന്റെ മുന്നിൽ നിൽക്കണേ, എനിക്ക് എന്റെ റബ്ബിനോടൊന്ന് സംസാരിക്കണേ. ആരും ഇല്ലാത്ത സമയത്ത് സീക്രട്ട് ആയിട്ട് എനിക്ക് എന്റെ റബ്ബിനോട് സംസാരിക്കണം. ഭയങ്കര ഹൃദയത്തിൽ ഭയങ്കര ഒരു ഫീലിംഗ് ഉണ്ടോ, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രാത്രിയായിട്ട് എല്ലാവരും ഉറങ്ങിയിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പാതിരക്ക് എണീച്ചാൽ മതി. ആ ഒരു ഫീലിംഗ് നമ്മളിൽ എത്ര ആൾക്കാർക്ക് ഉണ്ട് എന്ന് ഒന്ന് നമ്മളെ നഫ്സിനോട് ഒന്ന് ചോദിച്ചു നോക്കാം. ഞാൻ ഇങ്ങനെയാണോ?
അല്ലെങ്കിൽ എനിക്ക് തേജസ്സിന് എണീക്കാൻ പറ്റുന്നില്ല, എനിക്കാകുന്നില്ല, ഞാൻ എത്ര ദുആ ചെയ്ത് എനിക്കാകുന്നില്ല. അതൊരു ഡ്യൂട്ടി പോലെ മാത്രം നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഡ്യൂട്ടി മാത്രം. ഓക്കെ, അള്ളാഹ് പറഞ്ഞ എണീക്കാൻ വേണ്ടിട്ട്, എന്നാലും മാത്രം നമുക്ക് ജന്നാത്തുൽ ഫിർദൗസ് കിട്ടും. നേരെ മറിച്ച് ഈ ഈമാനിന്റെ സ്വീറ്റ്നെസ് ഫീൽ ചെയ്യണമെങ്കിൽ എനിക്ക് കാരണം ഒന്നാം ആകാശത്തിലാണ് അൽ മാലിക് എവിടത്തേക്ക് വരുന്നത്? ഒന്നാം ആകാശത്തിലേക്ക് വന്നത്, അർഷിന്റെ മേലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയുള്ളത്? ഒന്നാം ആകാശം. ഒന്നാം ആകാശത്തിന് രണ്ടാം ആകാശത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 500 വർഷമാണ്. അതിന്റെ ഒക്കെ മേലെ അർഷിന്റെയും കുർസിന്റെയും മേലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളത്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടിയിട്ടാണ് ഒന്നാം ആകാശത്തിലേക്ക് വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നത്, ആരാ എന്നോട് ചോദിക്കുന്നത്? ഞാൻ തരാലോ, നിങ്ങൾക്ക് എന്താ വേണ്ട എന്നോട് ചോദിക്കും, ഞാൻ തരാലോ എന്ന് പറയുമ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഹൂർക്കം വെച്ച് കടന്നുറങ്ങി, എനിക്കൊന്നും വേണ്ട, എനിക്കിപ്പോ ഉറങ്ങണം എന്നുള്ള ആ ഒരു ഫീലിംഗിലേക്ക് നമ്മൾ മാറ്റി. എന്നിട്ട് നമ്മൾ എന്താക്കും? സുബഹ് കഴിഞ്ഞ് ളുഹർ കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ടിനും ഇത്താത്തനെയും വിളിച്ചിട്ട് പറയും, എനിക്ക് ഇങ്ങനത്തെ എല്ലാം പ്രശ്നമുണ്ട്, എനിക്കൊന്നും നടക്കുന്നില്ല, എനിക്കാകുന്നില്ല, എനിക്ക് ഇതാകുന്നില്ല. ശരിക്കും കാപട്യല്ലേ നമ്മൾ ചെയ്യുന്നത്? അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രശ്നങ്ങളും മാറ്റി തരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തിൽ വന്നിട്ട് ആരാ ചോദിക്കുന്ന പറയുമ്പം നമ്മൾ പറയുന്നത്, എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, ഞാൻ പിന്നെ ചെയ്തോളാന്ന് പറയുന്നത്. എന്നിട്ട് അടിമകളോട് പോയിട്ട് നമ്മൾ എന്താ പറയുന്നത്? എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, എന്താ ചെയ്യാ, ദുആർക്കണേ എന്ന് പറയും. നേരെ മറിച്ച് അള്ളാഹിനോട്, ഇല്ല എനിക്ക് ആയിട്ടില്ല, എനിക്ക് അതിനേക്കാളും വലുത് എനിക്ക് ഉറങ്ങണം, ഒന്നാമത് ഇപ്പൊ മഴയും കൂടിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഉറങ്ങണം, ആ ഒരു ഫീലിംഗിലേക്ക് ഉള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ എന്ത് വന്നില്ല? എനിക്ക് അള്ളാനെ കണ്ടുമുട്ടണം എന്നുള്ള ശരിയായൊരു ബോധം വന്നിട്ടില്ല എന്നർത്ഥം. അപ്പൊ നമ്മളോട് തന്നെ ചോദിക്കാം, ഞാൻ റെഡിയാണോ? ഞാൻ ബാക്കി എല്ലാത്തിനും റെഡിയാണ്, ഞാൻ ഇതിന് വേണ്ടിട്ട് റെഡിയാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആലനെ കണ്ടുമുട്ടും എന്നുള്ളത് ഉറപ്പാണ്. 100-ൽ 101% അതിനേക്കാളും മേലെ ശതമാനം ഉറപ്പാണ്. അത് നമുക്ക് ഒരിക്കലും മായ്ക്കാൻ പറ്റില്ല. പക്ഷെ ശൈത്താൻ എന്താക്കും? അത് നമ്മളെ ഇങ്ങനെ മറപ്പിച്ചുകൊണ്ടിരിക്കും. അതായത് ഓരോ ദിവസവും അള്ളാഹിലേക്കുള്ള യാത്രയാണ് അല്ലെ. ഇന്നലത്തെ കഴിഞ്ഞു, ഇനി ഇന്നേക്ക് വരുമ്പം ഞാൻ പിന്നെയും അള്ളാഹിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് ഓരോ ദിവസം തീരുന്നേനെ ഞാൻ എന്റെ റബ്ബിലെ കണ്ടുമുട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ അടുത്തടുത്തോണ്ടിരിക്കുന്നതാണ്. പക്ഷെ ശൈത്താൻ എന്താക്കും? അത് മറപ്പിച്ചിട്ട് എന്തോർപ്പിക്കും? അടുത്ത ആഴ്ച മങ്ങലുണ്ടേ അവിടെ പോണം, അവിടെ പാർട്ടി ഉണ്ടേ അവിടെ പോണം, 2 ദിവസം കഴിഞ്ഞാൽ ഇവിടെ പരിപാടി ഉണ്ടേ, അവിടെ ഇതുണ്ടേ. ശൈത്താന് എത്രയൊക്കെ മറപ്പിക്കാൻ പറ്റുമോ അങ്ങനെ മറപ്പിക്കും. അള്ളാനെ കണ്ടുമുട്ടാന്നുള്ള ആ ഒരു ഇത് ശൈത്താനെ നമ്മളെ ഭയങ്കരമായിട്ട് മറപ്പിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് വേഗത്തിൽ മനസ്സിലാവാൻ വേണ്ടിട്ട്, ഇപ്പൊ ഒരു യജമാന് 2 ആൾക്കാർക്ക് ഒരു 10 ലക്ഷം കൊടുത്ത്, ഒരാൾക്ക് 10 ലക്ഷം കൊടുത്ത്, ഒരാൾക്ക് 10 ലക്ഷം കൊടുത്ത്. എന്നിട്ട് ആ യജമാന് പറയുന്നതാണ്, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഈ 10 ലക്ഷത്തിനെ കൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ആ 10 ലക്ഷം കഴിഞ്ഞാല് നീ എന്താക്കണം? എന്റെ അടുത്തേക്ക് വരണം, എന്നിട്ട് എന്നോട് പറയണം ഈ 10 ലക്ഷത്തിനെ കൊണ്ട് നിങ്ങൾ എന്താ ചെയ്തേന്നുള്ളത്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഈ 2 ആൾക്കാരും 10 ലക്ഷം എടുത്തിട്ട് രണ്ടാളും 2 വഴിക്ക് പോയി. എന്നിട്ട് ഒരാള് 10 ലക്ഷം കഴിഞ്ഞിട്ട് തിരിച്ച് യജമാന്റെ അടുത്തേക്ക് വന്നു. എന്റെ യജമാൻ ചോദിച്ചു, നീ എന്താ ഈ 10 ലക്ഷത്തിനെ കൊണ്ട് ചെയ്ത്? അപ്പം ഇയാള് പറയുന്നത്, ഞാൻ കുറെ ബബിൾഗം വാങ്ങി. എന്താ അവസ്ഥ ഉണ്ടായേ? അതായത് ആ യജമാൻ എന്താക്കി? 10 ലക്ഷത്തിനെ കൊണ്ട് ബബിൾഗം വാങ്ങാൻ അത്രക്ക് തീരെ ഒരു ഇതില്ലാത്തതാണോ? ആ ഒരു ചിന്തയല്ലേ വരാ. നേരെ മറിച്ച് മറ്റേ ആള് 10 ലക്ഷത്തിനെ കൊണ്ട് ആ പൈസനെക്കാളും കൂടുതൽ വാല്യൂ ഉള്ള ഒരു കാറ് വാങ്ങിയെന്നായിരിക്കും. അതായത് വലിയ 10 ലക്ഷത്തിനേക്കാളും മേലെ പൈസയുള്ള വലിയ കാറ് വാങ്ങി. അപ്പൊ യജമാൻ ചോദിച്ചു, ഈ 10 ലക്ഷത്തിനെ കൊണ്ട് നീ എങ്ങനെ ഇത്ര വലിയ കാറ് വാങ്ങിയേ? അപ്പം അയാള് പറഞ്ഞു, ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്ത് ഇതാക്കി, അയാളുടെ ബാർഗെയിൻ ചെയ്ത് അങ്ങനെ പൈസ ഇതാക്കിയിട്ട് ഞാൻ ഈ 10 ലക്ഷത്തിനെ കൊണ്ട് ഇത്രയും വലിയ കാറ് വാങ്ങി. ഇതിൽ ആരാ ഏറ്റവും ബുദ്ധിമാൻ? ആരായിരിക്കും? കാറ് വാങ്ങിയാൻ തന്നെ അല്ലെ. സെയിം ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 10 ലക്ഷത്തിന്റെ പകരം നമുക്ക് തന്നത് നമ്മുടെ ലൈഫാണ്, നമ്മുടെ ജീവിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, ഞാൻ നിങ്ങൾക്ക് ജീവിതം തരുന്നുണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്തോ, തിരിച്ച് നീ എന്റെ അടുത്തേക്ക് എന്നെ വരണം. എന്നിട്ട് ഞാൻ ചോദിക്കൂ, നീ എന്താ വാങ്ങിയത്? സ്വർഗാണോ നരകാണോ വാങ്ങിയത് എന്നുള്ളത്. നമ്മൾ അള്ളാന്റെ അടുത്ത് പോയിട്ട്, അള്ളാഹ് നമുക്ക് ലൈഫ് തന്നു, ഫുള്ളായിട്ട് ജീവിതം തന്നു, എന്ത് വേണമെങ്കിലും ചെയ്തോ. അല്ല ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ ചെയ്യേണ്ടത്. എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് നിങ്ങളെ ചോയ്സ് ആണ് എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ളത്.
എന്നിട്ട് അള്ള ചോദിക്കും, എന്താണ് ഞാൻ തന്ന ലൈഫിനെ കൊണ്ട് നിങ്ങൾ ചെയ്തത്? എന്താ നീ വാങ്ങിയത്? സ്വർഗാണോ നരകാണോ എന്നുള്ളത്. നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാ? സഹീഹ് ബുഖാരിയിൽ പറയുന്നുണ്ട്, ഒരു ഭാര്യ ഭർത്താവ് ബന്ധപ്പെട്ടതിന് ശേഷം 120ാമത്തെ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹ് ആ ഒരു ഇതിലേക്ക് ഇടും എന്നാ പറയുന്നത്. അങ്ങനെ ആ ഒരു ലൈഫ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് അത് ലോകത്തിലേക്ക് വരുന്നു, എന്നിട്ട് കുറച്ച് കഷ്ടപ്പെടുന്നു, എന്നിട്ട് കല്യാണം കഴിക്കുന്നു, പഠിക്കുന്നു, മക്കളാകുന്നു. ഇതെല്ലാം ഒരു ടെസ്റ്റാണ്. എല്ലാം ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ മരിക്കുന്നത് വരെ എല്ലാം ഒരു ടെസ്റ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാ ലൈഫും മരണവും തന്നത്? ജസ്റ്റ് നോക്കാന് ആരാണ് ഏറ്റവും കൂടുതൽ നല്ലത് ചെയ്തത്. ജസ്റ്റ് നല്ലത് ചെയ്തതല്ല, ഏറ്റവും കൂടുതൽ നല്ലത് ആരാ ചെയ്തത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലായില്ലേ, നമ്മൾ ഈ ഭൂമിയിൽ വന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. വിശ്വസിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, അല്ലാതെ വേറെ കുറെ വേണ്ടാത്ത കാര്യങ്ങളിൽ മുഴുകാൻ വേണ്ടിയിട്ടെല്ലാം നമുക്ക് മനസ്സിലായി. അപ്പൊ അള്ളാന്റെ ചോദ്യം ഉറപ്പായിട്ടും വരും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഞാൻ നിങ്ങളെ ടെസ്റ്റ് ചെയ്യും. ഒരിക്കലും നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റൂല, നിങ്ങൾക്ക് ഒരിക്കലും സങ്കടം ഉണ്ടാവില്ല, നിങ്ങൾ എന്നും ഈ ഭൂമിയിൽ സന്തോഷമായിട്ട് ജീവിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾക്ക് ടെസ്റ്റ് ആണെന്നുള്ളത്. പേടി കൊണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്യും, വിശപ്പ് കൊണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്യും, നിങ്ങളെ പ്രോപ്പർട്ടി കൊണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്യും, ചിലപ്പോൾ മരണം കൊണ്ട് ടെസ്റ്റ് ചെയ്യും, എല്ലാം ടെസ്റ്റ് ചെയ്യും. പക്ഷെ സന്തോഷ വാർത്ത ആർക്ക് മാത്രമേ ഉള്ളൂ? ആരാണോ ക്ഷമയോടെ നിൽക്കുന്നത് അവർക്ക് സന്തോഷ വാർത്ത ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലൈഫ് മൊത്തം ഒരു ടെസ്റ്റാണ്. അതായത് ഈ ലൈഫ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു നമ്മുടെ റബ്ബിന്റെ കോടതിയിൽ, റബ്ബിന്റെ മുന്നിൽ നിൽക്കുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഞാൻ തന്ന ലൈഫ് നീ എങ്ങനെയാ ഉപയോഗിച്ചത് എന്നുള്ളത് ശരിക്കും ചോദിക്കും. ഈ ഞാൻ പറയുന്നത് ഒരു മുത്തശ്ശിക്കഥയോ ഒന്നുമല്ലേ. നിങ്ങൾ ഓരോ 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 ആൾക്കാരും അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നിൽ നിൽക്കും, ഉറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട് ഖുർആനിൽ, ഫഅൈന തദ്ഹബു, എവിടത്തേക്കാ നിങ്ങളെ പോക്ക്? അത് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ അവിടെ ചെയ്യുന്നുണ്ട്, ഇവിടെ ചെയ്യുന്നുണ്ട്, തെറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്, ഹിജാബില്ലാതെ നടക്കുന്നുണ്ട്, ഇത് എവിടത്തേക്കാ ലാസ്റ്റ് നിങ്ങളെ പോക്ക്? ഫഅൈന തദ്ഹബു, നിങ്ങൾ എവിടത്തേക്കാ പോന്നെ? അറ്റ് ലാസ്റ്റ് നമ്മൾ എന്താ? മരണം ഉറപ്പാണല്ലേ, അള്ളാന്റെ അടുത്തേക്ക് തന്നെ വരണം. എന്താ പറയാൻ പോന്നെ? ഓരോ ആൾക്കാരും ഇത് നേരിടേണ്ടി തന്നെ വരും. വെറുതെ പറയുന്നതല്ല. അള്ളാന്റെ മുന്നിൽ അവിടെ നിൽക്കുക എന്ന് പറയുന്നത് അത്രയും വലിയ കാര്യമാണ്, ചെറിയ കാര്യേ അല്ല. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് എന്ന് പറഞ്ഞ ഒരു സലഫ് ഉണ്ടായിരുന്നു. തബഅങ്കില് വലിയ വലിയ ആൾക്കാരുടെ കൂടെ നിന്ന ഏറ്റവും വലിയൊരു നല്ലൊരു പണ്ഡിതനാണ് ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ നടന്നിട്ട് വരുമ്പം ഒരു പ്രായമുള്ള ഒരാളെ കണ്ടു. ഓക്കെ, പ്രായമുള്ള ആളെ കണ്ടിട്ട് അദ്ദേഹം ചോദിച്ചു ഇയാളോട്, നിങ്ങൾക്ക് എത്ര വയസ്സായി? അപ്പൊ അയാൾ പറഞ്ഞു 60 വയസ്സായി എന്ന് പറഞ്ഞു. ആ സമയത്ത് ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, നിങ്ങൾ 60 വയസ്സായില്ലേ, 60 ഇത്രയും വർഷമായില്ലേ നിങ്ങൾ അള്ളാഹിലേക്ക് ഇങ്ങനെ യാത്ര തുടങ്ങിയിട്ട്? ചിന്തിക്കണേ, നമ്മളാ മറ്റേ ഒരാളോട് വയസ്സ് എത്രയെന്ന് ചോദിച്ചാൽ എന്താ പറയാ? നമുക്കിപ്പോ 60 വയസ്സ്, നിങ്ങളെ കണ്ട് 60 തോന്നിക്കൂലല്ലോ, നിങ്ങൾ പ്രായമൊന്നുമില്ല, അപ്പൊ അങ്ങനെ വയസ്സൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല, നിങ്ങളിപ്പോ ചെറുപ്പാണ്, നിങ്ങൾ ചെറുതായിട്ട് തന്നെ നിൽക്കും. നമ്മളെ തോട്ട് എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ്. ആ വയസ്സൊന്നും വലിയ കാര്യമില്ല, അങ്ങനെ ഇല്ലെങ്കില. പക്ഷെ സലഫുകളെ ചിന്തിച്ചത് എന്താ? 60 വയസ്സായി, അതുവരെ ഞാൻ എന്റെ റബ്ബിലേക്ക് ഇങ്ങനെ അടുത്തോണ്ടിരിക്കുന്നതാണ്. ഇത് കേട്ടപാട് ഈ പ്രായമുള്ള മനുഷ്യൻ എന്താക്കിയെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ബാക്കോട്ടേക്ക് ഇങ്ങനെ നോക്കിപ്പോയി. പെട്ടെന്ന് ഈ 60 വയസ്സ് അള്ളാഹിലേക്ക് ഇങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നു എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഇങ്ങനെ ബാക്കോട്ടേക്ക് ഇങ്ങനെ നോക്കിപ്പോയി. എന്നിട്ട് ഈ പ്രായമുള്ള മനുഷ്യൻ പറയുന്നുണ്ട്, എന്റെ യാത്ര ഭയങ്കര നീളമുള്ളതാണ്. ഇപ്പൊ 60 വയസ്സായി, ഇനി എത്ര കാലാന്ന് എനിക്കറിയില്ല, ഭയങ്കര നീളമുള്ളതാണ്. എന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ വേണ്ടിട്ട് ഇത്രയും ദൂരെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഞാൻ ചെയ്തു വെച്ചതോ കുറച്ച് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. യാ റബ്ബേ, ഞാൻ ഇത്തിരിയേ ചെയ്തിട്ടുള്ളൂ. എന്റെ സ്ട്രെങ്ത്, എന്റെ ശക്തിയിൽ ഇതാ കുറഞ്ഞ് വരുന്നതാണ്. ഞാനിതാ പ്രായത്തിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്റെ മരണം എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ കുറെ തെറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ ഞാൻ എന്തൊക്കെ തെറ്റാ ചെയ്തിട്ടുള്ളതെന്നുള്ളത്. വല്ലാഹി, ശ്രദ്ധിച്ചു കേട്ടോളെ, വല്ലാഹി, ഞാൻ വല്ലാഹി ഇട്ടിട്ട് പറയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ കഅബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആരെങ്കിലും തിന്മ പുറത്തേക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന തിന്മയിലല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല കവർ ചെയ്യുന്നത് കൊണ്ടാണ്.
നമ്മളെ ഉള്ളിലുള്ളതൊക്കെയും പുറത്ത് കാണിക്കാൻ തുടങ്ങിയെങ്കിൽ, നമ്മൾ ചെയ്യുന്ന തെറ്റൊക്കെ പുറത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ വല്ലാഹി നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സലാം വരെ പറയൂല എന്നാ പറയുന്നത്. കാരണം അത്രയും തെറ്റുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയാൻ വരെ നമുക്കൊരു അങ്ങനെ തെറ്റ് ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ മറച്ചു വെക്കുന്നതായിട്ടാണ്. അപ്പൊ ആ സമയത്ത് ഈ പ്രായമുള്ള മനുഷ്യൻ പറയുന്നുണ്ട്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ശ്രദ്ധിക്കണേ, നമ്മൾ അധികം പറയുന്ന വാക്കാലെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞപ്പം ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ ആ സമയത്ത് പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞേന്ന്? ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ പ്രായമുള്ള മനുഷ്യൻ എന്താ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് ഫുദൈൽ ഇബ്നു ഇയാദ് പറഞ്ഞു, നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്ക്, നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞേന്നുള്ളത്. ഉറപ്പായിട്ടും ഇന്നാ ലില്ലാഹി വ ഇന്നാ, ഞാൻ അള്ളാന്റെ പ്രോപ്പർട്ടിയാണ്, ഞാൻ തിരിച്ച് അള്ളാഹിലേക്കാ പോണ്ടത്. ശരിക്കും ഞാൻ അള്ളാന്റെ പ്രോപ്പർട്ടിയാണ്, നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അള്ളാന്റേതാണ്, ഞാൻ തിരിച്ച് അള്ളാഹിലേക്കാ പോണ്ടത്. നമ്മള് വെറുതെ ഇങ്ങനെ പറയും ഇന്നാലില്ലേ വൈകുന്നേരം റജി, ഇന്നാലില്ലേ വൈകുന്നേരം റജി. ഈ സമയത്ത് ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ പറഞ്ഞത് ഒന്ന് ആലോചിച്ചോക്ക്, ശരിക്കും ആലോചിച്ചോക്ക്, നിങ്ങൾ എന്താ പറയുന്നേ? ഇന്നാലില്ലാഹി, ഞാൻ അള്ളാന്റേതാണ്, ഞാൻ തിരിച്ച് അള്ളാഹിലേക്കാ പോണ്ടത്. അത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാണ് അള്ളാഹിന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും എന്നുള്ളത്. ഉറപ്പാണ് അള്ളാഹ് നിങ്ങളെ ചോദ്യം ചെയ്യും എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്താ പ്രിപ്പയർ ചെയ്തത്? ഈ ചോദ്യം എന്നോടും നിങ്ങളോടും കൂടി തന്നെ ചോദിക്കുന്നത്. എന്താ നമ്മൾ പ്രിപ്പയർ ചെയ്തത്? റബ്ബിന്റെ മുന്നിൽ നിന്നിട്ട് ഉത്തരം പറയാൻ എന്താ നമ്മൾ ചെയ്തു വെച്ചത്? ആ സമയത്ത് ഈ ഒരു മനുഷ്യൻ, ഈ പ്രായമുള്ള മനുഷ്യൻ പറയുന്നുണ്ട്, വല്ലാഹി ഇത് ഭയങ്കര കഷ്ടാണ്, എനിക്കറിയില്ല ഇതെന്താ സംഭവം, ഇത് ഭയങ്കര കഷ്ടാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒന്നും ചെയ്തു വെച്ചില്ലാലോ റബ്ബേ. 60 വയസ്സുള്ള ഒരു മനുഷ്യനെ പറയുന്നത്, ഞാൻ ഒന്നും ചെയ്തില്ലാലോ റബ്ബേ. അത് കഴിഞ്ഞിട്ട് ഈ പ്രായമുള്ള മനുഷ്യനും ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലയും ഇമാം അഹ്മദ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുല്ലാന്റെ അടുത്തേക്ക് പോയപ്പം ആ സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാനൊരു പോയം എഴുതിയിട്ടുണ്ട്, അതായത് ഒരു പദ്യം എഴുതിയിട്ടുണ്ട്, ഇതൊന്ന് കേട്ടു നോക്കുവോന്ന് പറഞ്ഞു. അപ്പൊ ആരെ കൂടെയുള്ളത്? ഇമാം അഹ്മദ് ഉണ്ട്, ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ ഉണ്ട്, ഈ പ്രായമായ മനുഷ്യനും ഒന്നിച്ചിട്ടുണ്ട്. ആ സമയത്താണ് വേറൊരാള് വരുന്നത്, ഞാനൊരു പദ്യം എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഇത് കേട്ടു നോക്കുവോന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ സമയത്ത് ഈ പോയം കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇമാം അഹ്മദ് റഹിമഹുല്ലാ അവിടുന്ന് പൊട്ടി കരഞ്ഞു എന്നാ പറഞ്ഞത്. താടിയൊക്കെ മനന്നിതായി എന്നാ പറയുന്നത്. എന്നിട്ട് ആ പോയം എന്താന്ന് വെച്ചാല്, സുബ്ഹാനല്ലാഹ് ഇദാ മാ ഖാലിലി റബ്ബി ഇസ്തഹ്ത ഇസ്മി. അതായത് ഞാൻ ഫുൾ അറബി വായിക്കുന്നില്ല, ജസ്റ്റ് നമുക്ക് മലയാളത്തിൽ പറയാം. ആ പോയമിൽ എന്താ ഉള്ളതെന്ന് വെച്ചാല്, ഞാൻ എന്താ എന്റെ റബ്ബിനോട് പറയാ? എന്റെ റബ്ബ് ചോദിച്ചാല് ഞാൻ എന്താ എന്റെ റബ്ബിനോട് പറയാ? എന്റെ റബ്ബ് ചോദിക്കൂല, നിനക്ക് ഒരു നാണും ഉണ്ടായിട്ടില്ല എന്റെ മുന്നിൽ നീ തെറ്റ് ചെയ്യുന്ന സമയത്ത്? ഞാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞ കാര്യം ചെയ്യുന്ന സമയത്ത് നിനക്ക് ഒരു നാണം ഉണ്ടായിട്ടില്ല? ഇങ്ങനെ ചോദിച്ച ഞാൻ എന്താ എന്റെ റബ്ബിനോട് പറയാ? എന്റെ റബ്ബ് ചോദിക്കും, നീ എന്റെ അടിമകളുടെ മുന്നിൽ എല്ലാ തെറ്റുകളും നീ എന്റെ അടിമകൾ കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാണാതെ ചെയ്യുന്ന സമയത്ത് എന്റെ മുന്നിൽ ഇത്രയും പാട് തെറ്റ് കൊണ്ടുവരുമ്പോ നിനക്ക് ഒരു നാണും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. ജസ്റ്റ് നീ എന്റെ അടിമകളെ മുമ്പ് തെറ്റുകൾ നീ കവർ ചെയ്ത്, പക്ഷെ നിന്നെ നോക്കുന്ന, നിന്നെ ഇഷ്ടപ്പെടുന്ന, നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന എന്റെ മുന്നിൽ നീ തെറ്റെല്ലാം കൊണ്ടല്ലേ വന്നത്? ഇങ്ങനെ ചോദിച്ചാ ഞാൻ എന്താ എന്റെ റബ്ബിന് ഉത്തരം കൊടുക്കുക? ഒരു ഹയവും ഇല്ലേ, ഒരു നാണവും ഇല്ലാന്ന് ചോദിച്ചാല് ഞാൻ എന്താ പറയാ? ഞാൻ എങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മറുപടി കൊടുക്കുക? എന്നിട്ട് നെക്സ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എന്നെ തന്നെ അറിയാണ്ട് ഇങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുന്നതാണല്ലോ, ഞാൻ എന്നെ തന്നെ അറിയാണ്ട്, എനിക്കറിയാം, ഞാൻ എല്ലാം അറിയുന്നുണ്ട്, ഞാൻ ഇനി മരിക്കും എന്നല്ല. പക്ഷെ എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഇനിയും ഒരു 20 വർഷം, ഇനിയും ഒരു 60 വർഷമൊക്കെ ജീവിക്കും എന്നുള്ള ആ ഒരു, എത്ര ആൾക്കാർ 20 വയസ്സിൽ മരിച്ചു പോയത്? എന്റെ താടിയും മുടിയൊക്കെ നരച്ചു, ഓരോ ദിവസവും അടുത്ത് കൊണ്ടിരിക്കുന്നതാണ്, ഓരോ ദിവസവും ഞാൻ അള്ളാഹിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ അവസാനം ഒരു ദിവസം വരും, സുബ്ഹാനൽ ഖാലിഖ്, അവസാനം ഒരു ദിവസം വരും, എന്റെ കണ്ണിന്റെ മറ നീക്കപ്പെടും. ഈ ലോകത്തും അടുത്ത ലോകത്തിലേക്ക് കാണുന്ന ആ ഒരു ഹിജാബ്, ആ ഒരു മറ നീക്കും.
ഞാൻ മലക്കുൽ മൗത്തിനെ ശരിക്ക് കാണും. എന്റെ കണ്ണോട് ഞാൻ കാണും മലക്കുൽ മൗത്തിനെ. ഇത് പറയുന്ന സമയത്ത് എന്റെ ടീച്ചർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവരുടെ നാട്ടില് ഒരാള് മരിച്ചതാണ്. മീൻസ് മരണ ആസന്നമായി ഒരു ബെഡില് ഇങ്ങനെ മരണത്തിന് ഇങ്ങനെ അടുപ്പിച്ചിട്ട് ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ കിടക്കുന്നതാണ് മരണ ആസന്നായിട്ട്. അപ്പൊ ചുറ്റിലും മക്കളും ഭാര്യയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ ഒരു വ്യക്തി പറഞ്ഞെന്താന്ന് വിചാരിച്ചാല് വഴി മാറിക്കൊടുക്ക്, ആ ഒരു ഗസ്റ്റിന് വഴി മാറിക്കൊടുക്ക്. അപ്പൊ ഈ മകന് ബാക്ക് തിരിഞ്ഞിട്ട് ചോദിച്ച് ഇവിടെ ഗസ്റ്റ് ഒന്നും ഇല്ലാലോ. എന്നിട്ട് അങ്ങനെ പറഞ്ഞ് തിരിയുമ്പത്തേക്ക് ഇദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിച്ചെന്നാ പറഞ്ഞത്. കാരണം അദ്ദേഹം കണ്ണോട് കണ്ടു മലക്കുൽ മൗത്ത് വരുന്നത്. ആ മലക്കുൽ മൗത്തായിരുന്നു ഗസ്റ്റ്. ആ ഗസ്റ്റിന് വഴി കൊടുക്കുക എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ വേറെ ഒരു കസിൻ, ആ ടീച്ചറുടെ ഒരു കസിന് ക്യാൻസർ ആയിരുന്നു. 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, ക്യാൻസർ ആണ്. രാവിലെ സുബഹിന് ഈ ഉമ്മാനോടും ഉപ്പാനോടും പറഞ്ഞ് എനിക്ക് നിസ്കാരക്കുപ്പായം എന്താ, എനിക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞപ്പം നിസ്കാരക്കുപ്പായ ഉമ്മ എടുത്തിട്ട് ആ കുട്ടിക്ക് കൊടുക്കാൻ പോകും. ആ പെൺകുട്ടി പറഞ്ഞത് ഇനി നേരെയില്ല, ഞാൻ പോന്നാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മരിച്ചു എന്നുള്ളത്. കണ്ണോട് കാണും, ഉറപ്പാണ്. മലക്കുൽ മൗത്തിനെ നിങ്ങൾ എന്നെ കാണുന്നത് പോലെ, ചന്ദ്രനെ കാണുന്നത് പോലെ മലക്കുൽ മൗത്തിനെയും അതുപോലെ കാണും എന്നാ പറയുന്നത്. എന്നിട്ട് ആ ഒരു പോയം കണ്ടിന്യൂ ചെയ്യുന്നത് എങ്ങനെയാന്ന് വിചാരിച്ചാല്, അപ്പൊ ഞാൻ ശരിക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ശരിയായ ജീവിതം. മലക്കുൽ മൗത്തിനെ ഞാൻ കണ്ടു കഴിഞ്ഞാല് ആരാ എന്നെ ഹെൽപ്പ് ചെയ്യുക, ആരാ എനിക്ക് വേണ്ടിയിട്ട് ഈ മരണം ഏറ്റെടുക്കുക, ആരാ എന്റെ ഈ സ്ഥാനത്ത് ഇനി ആരാ നിൽക്കുക? ചുറ്റും ആൾക്കാരുണ്ട്, എന്റെ മക്കളുണ്ട്, എന്റെ ഭർത്താവുണ്ട്, എന്റെ ഉപ്പ ഉണ്ട്, ഉമ്മ ഉണ്ട്. പക്ഷെ എനിക്ക് വേണ്ടിട്ട് എന്റെ സ്ഥാനത്ത് ഞാൻ ഈ മരണം ഏറ്റെടുക്കാം, നിനക്ക് വേണ്ടിട്ട് ഞാൻ ഇവിടെ കിടക്കാമെന്ന് ആരാ പറയാ? ഒരാളും പറയൂല. ഏറ്റവും അടുത്ത ആൾക്കാർ തന്നെയാണ് എന്റെ ഖബറിൽ മണ്ണിടുക എന്നുള്ളത്. ഞാൻ ഖബറിൽ കിടക്കാവുന്ന ഏറ്റവും അടുത്ത ആൾക്കാരാണ് എന്റെ മേലേക്ക് മണ്ണിടുക എന്നുള്ളത്. ഇതൊക്കെ ബാക്കിന്ന് ആര് കേൾക്കുന്നുണ്ടായിരുന്നു? ആ പ്രായമുള്ള മനുഷ്യൻ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു വല്ലാഹി ഇത് ഭയങ്കര കഷ്ടാണ്, ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇത് എന്ന് ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹിനോട് പറഞ്ഞു. ആ സമയത്ത് ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അല്ല ടഫല്ല, ഇത് ഡിഫിക്കൽട്ട് അല്ല, ഇത് പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല, ഇത് ഈസിയാണ്, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഇത് ഈസിയാണ്. ഇനിയുള്ള ലൈഫ് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാക്ക്, ഇനിയുള്ള ലൈഫ് അള്ള പറയുന്ന പോലെ ജീവിച്ചാൽ മതി. ഇതുവരെ കഴിഞ്ഞതൊക്കെ ഓക്കെ, പ്രശ്നമില്ല, പോട്ടെ. പക്ഷെ ഇനിയുള്ള ലൈഫ് അത് നീ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉള്ളതാക്കി മാറ്റി. അള്ള എന്തൊക്കെയാണോ പറഞ്ഞത് അത് ചെയ്, അള്ള എന്തൊക്കെയാണോ ചെയ്യണ്ടെന്ന് പറഞ്ഞത് അത് ചെയ്യാതിരിക്കും. ഇനിയുള്ള ലൈഫ് അങ്ങോട്ട് അള്ളാനെ കണ്ടുമുട്ടും എന്നുള്ള ശരിയായ ബോധത്തോടെ നടക്ക്. തൗബ ചെയ്. കാരണം തൗബ ചെയ്താൽ എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തൗബ ആക്സെപ്റ്റ് ചെയ്താല് നമ്മള് ചെയ്ത തെറ്റുകൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കും? അത് മായ്ച്ചിട്ട് നന്മകളാക്കും എന്ന് പറയുന്നുണ്ട്. നമ്മൾ എന്തൊക്കെയാണോ തെറ്റ് ചെയ്ത് അതൊക്കെ മായ്ച്ചു കളയും, എന്നിട്ട് അതൊക്കെ നന്മയാക്കി കളയും എന്ന് പറയുന്നുണ്ട്. അത്രക്ക് റഹ്മാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞാല്. അത്രക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ. പക്ഷെ നമുക്ക് അത് വേണ്ട, നമുക്ക് ആൾക്കാരുടെ ഇഷ്ടം മതി. ആൾക്കാർ എന്ത് പറയും, ആൾക്കാർ എന്ത് ചെയ്യും, ആൾക്കാർ അങ്ങനെ ആക്കൂലേ? ഞാൻ വല്ലാഹി ഇട്ടിട്ട് പറയാം, ആൾക്കാർ പറയുന്ന ഒറ്റ കാര്യമാണ്, നമ്മളെ പറ്റിയിട്ട് ആൾക്കാർ ഒറ്റൊരു കാര്യമേ പറയുള്ളൂ, വേറെ ഒന്നും പറയൂല. നമ്മളെ പറ്റിയിട്ട് ആൾക്കാർ ഒരു കാര്യം ഉറപ്പായിട്ടും പറയും, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളോട് പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളെ കൊണ്ട് പറയും. നമ്മളത് മരണം എന്ന് കേട്ടാൽ ഈ ഒരു വാക്ക് എന്തായാലും ആൾക്കാർ പറയും. ബാക്കി എന്ത് പറഞ്ഞാലും ആർക്ക് വേണ്ടിയിട്ട്? അറ്റ് ലാസ്റ്റ് ഞാൻ എന്റെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ ജീവിച്ചാൽ മതി. അപ്പൊ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്സെപ്റ്റ് ചെയ്താല് നമ്മുടെ തെറ്റുകളൊക്കെ, നമ്മൾ ഇതുവരെ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയുന്ന പറയുന്നത്. എന്നിട്ട് അതില് നല്ല കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഡ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഖുർആനിൽ തന്നെ പറയുന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഒന്നിച്ചു കൂടിയിട്ടുണ്ട് അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഒത്തുചേരൽ അല്ലാഹു സുബ്ഹാനഹു സ്വീകരിക്കട്ടെ. അപ്പം ഈ ഒരു ഒത്തുചേരല് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിയത്ത് വെക്കുക മനസ്സിൽ. ഇപ്പം ഈ നിമിഷം ഈ കേൾക്കുന്ന ഓരോ ആൾക്കാരും ഈ നിമിഷം നിയത്ത് വെച്ചിട്ട് എന്താക്കുക? ദുആ ചെയ്തത്, യാ റബ്ബേ ഇതുവരെയുള്ള തെറ്റുകൾ ഞാൻ ഒക്കെ വിട്ട് ഇനി ഞാൻ അങ്ങോട്ട് തെറ്റ് ചെയ്യൂല, ഉറപ്പിക്കുന്നതാണ്. യാ റബ്ബേ എന്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും, ഞാൻ ഇനി തെറ്റ് ചെയ്യൂല, ഞാൻ നിനക്ക് വേണ്ടി എല്ലാം വിട്ടു. ഇവിടെ നിന്ന് ഒരാൾ എണീക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരണം എന്നുള്ള ഒരു നീയത്തില് വെക്കുക. അതായത് നമ്മളെല്ലാവരും നീയത്ത് വെക്കുക, യാ അല്ലാഹ് എനിക്ക് നീ പുറത്തു താ, ഇതുവരെ ചെയ്തതൊക്കെയും ഞാൻ ചെയ്ത്, പക്ഷെ ഈ ഒരു ഒത്തുചേരൽ ഇപ്പൊ നിനക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത്.
ഈ ഒരു സദസ്സ് യാ റബ്ബേ ഞാൻ എണീക്കുന്നതിന് മുമ്പ് എനിക്ക് നീ പുറത്തുക. യാ അല്ലാ, എനിക്ക് ശക്തി തരണേ, എനിക്ക് എല്ലാ തെറ്റിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് എനിക്ക് നീ ശരിയായ ഒരു തൗബ നീ സ്വീകരിക്കണേ, അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സിനെ തന്ന് അനുഗ്രഹിക്കണേ. ഈ സമയത്ത് നിങ്ങൾ എന്താക്കുക, ഈ ഒരു സദസ്സും തന്നെ പിന്നീട് ദുആ ചെയ്യാനല്ല, ഈ ഒരു സദസ്സും തന്നെ നിങ്ങൾ എന്താക്കുക, നീ തോക്കുക, യാ റബ്ബേ ഞാൻ തെറ്റൊക്കെ ചെയ്തു പോയി, ഓക്കെ ഇനി ഞാൻ ചെയ്യൂല, യാ റബ്ബേ എനിക്ക് നീ പുറത്തു. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾ വിജയികളാവുക. ഈ ഒരു സമയത്ത് റഹ്മത്തിന്റെ മലായിക്കൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു യാ റബ്ബേ തെറ്റുകൾ ഒരുപാട് ചെയ്തു പോയിട്ടുണ്ട്, എനിക്ക് പുറത്തു യാ റബ്ബേ എന്ന് പറഞ്ഞാല് നമ്മളെ ഇതുവരെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും മായ്ക്കുന്നതാണ്, പുതിയ നന്മകൾ അള്ളാഹ് അവിടെ എഴുതുന്നതാണ്. അതുകൊണ്ട് മനസ്സ് തട്ടിയിട്ട് ദുആ ചെയ്യുക. ഒരു ഹദീസിൽ വരുന്നുണ്ട്, ഒരാള് അതായത് അന്ത്യനാളിന്റെ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്ക് വരുമ്പം അയാളെ റെക്കോർഡ്, അയാളെ ബുക്ക് ഉണ്ടാവുമല്ലോ, അയാളെ ബുക്ക് അയാൾക്ക് കൊടുക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ആ ബുക്കിൽ നിന്ന് അയാൾ ചെയ്ത വൻപാപങ്ങളൊക്കെയും മായ്ച്ചു കളയെന്ന് പറയും. നമ്മൾ ഒരുപാട് വൻപാപങ്ങളും ചെറിയ പാപങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടാവൂലേ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, അയാളുടെ ആ ഒരു ബുക്കിൽ നിന്ന് എന്താക്കുക, വൻപാപങ്ങളൊക്കെ മായ്ച്ചു കളയും. അപ്പൊ അയാളുടെ കൈമിൽ കിട്ടുമ്പം കാണുന്നത് എന്ത് മാത്രമാണ്, ചെറിയ ചെറിയ പാപങ്ങൾ മാത്രമാണ് കാണുന്നത്, 99 കുഞ്ഞു 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 പാപങ്ങൾ. അപ്പൊ അയാള് ബുക്കിങ്ങിനെ തുറക്കുമ്പം ഫുള്ള് എന്താ കാണുന്നത്, 99 തെറ്റുകളാണ് കാണുന്നത്. അള്ളാന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് അള്ളാഹ് ചോദിക്കും, എന്റെ അടിമ ആയിഷ, നീ ഈ തെറ്റ് ചെയ്തത്, നീ ഇതൊക്കെ ചെയ്തതെന്ന് ഉറപ്പാണോ? അപ്പൊ അയാൾ എന്താ പറയാ, ഈ ആയിഷ എന്താ പറയാ, ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ, ഈ ആയിഷക്ക് അറിയാം ഞാൻ കുറെ വൻപാപങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ കുറെ തെറ്റ് വലിയ വലിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഈ ബുക്കിൽ എന്ത് മാത്രമേ ഉള്ളൂ, ചെറിയ പാപങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ആക്സെപ്റ്റ് ചെയ്താല് അത് ചിലപ്പം വിട്ടതാണെങ്കിലോ പ്രശ്നമില്ല, അത് മിണ്ടാണ്ടിരിക്കാം. അതുകൊണ്ട് ഇത് ആക്സെപ്റ്റ് ചെയ്തെന്ന് പറയാന്ന് പറയും. ഓക്കെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് യാ റബ്ബേ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, എന്നാ ഞാൻ എനിക്ക് ഇതൊക്കെയും പുറത്തു തന്നു എന്നുള്ളത്. നീ ശരിക്കും മനസ്സ് തട്ടി ദുആ ചെയ്തോളൂ, ഞാൻ എനിക്ക് ഇതൊക്കെ പുറത്തു തന്നു എന്നുള്ളത്. ആ സമയത്ത് ഈ ഒരു അടിമ പറയും, യാ റബ്ബേ ഞാൻ വലിയ വലിയ പാപങ്ങളും ചെയ്തിട്ടുണ്ട്, എന്നാ പിന്നെ അതും കൂടി ഒന്ന് പുറത്തു തന്നേ. ആ ഒരു ഇതിലെത്തും എന്നാ പറയുന്നത്. നമ്മൾ അള്ളാന്റെ മുന്നിൽ ശരിക്കും അങ്ങനെ നിന്ന് സംസാരിക്കും തന്നെയാ പറയുന്നത്. വേറൊരു ഹദീസിൽ പറയുന്നുണ്ട്, ഈ റെക്കോർഡ് ഓപ്പൺ ചെയ്താൽ, അതായത് ഈ ഒരു ബുക്ക് ഓപ്പൺ ചെയ്താൽ അയാൾ കാണുന്നത് 99 പാപങ്ങളാണ്, 99 തെറ്റ്, ഒരു നന്മ വരെ അയാൾ ആ ബുക്കിൽ കാണൂല എന്നാ പറയുന്നത്, ഒരു ജസ്റ്റ് ഒറ്റൊന്ന് വരെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും എന്നാ പറയുന്നത്. ഈവൻ ഞാന് ഇപ്പം എന്തെങ്കിലും എന്റെ വായ കൊണ്ട് എന്തെങ്കിലും ഒരാളെ വേദനിപ്പിച്ചിട്ട് ഒരു കുഞ്ഞു കാര്യമായിരിക്കും, അതുവരെ. എന്നിട്ട് നമ്മളെ വെറുതെ എന്ത് ബുക്കാ, ചെറുതും വലുതുമായി എല്ലാം എഴുതിയിട്ടുണ്ടല്ലോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കാണും. പക്ഷെ അയാളെ ഒരു നന്മ അതിലുണ്ടാവൂല എന്നാ പറയുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നീ ഇത്രയും തെറ്റുകൾ നീ ചെയ്തിട്ടുണ്ട്, 99 തെറ്റുകൾ നീ ചെയ്തിട്ടുണ്ട്. അവയൊക്കെ മനസ്സിലായി, ഞാൻ നരകത്ത് തന്നെയാണെന്ന് ശരിക്കും മനസ്സിലായി, ഉറപ്പിച്ച്. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, നീ ചെയ്ത ഒരു നന്മ ഉണ്ട് എന്ന് പറയുന്നു. അപ്പം ഈ ഒരു അടിമ പറയും, ഞാൻ ഇത്രയും 99 തെറ്റ്, ഇനി ഒറ്റൊരു നന്മനെ കൊണ്ട് എന്താവാനാണ്? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ ദുൽമൽ യൗം, ഈ ഒരു ദിവസം ആർക്കും ഒരു തെറ്റും സംഭവിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയങ്കര നീതിയായിട്ടാണ് അവിടെ ഇതാക്കുക. എന്നിട്ട് ഇയാള് ചെയ്ത 99 തെറ്റും ഈ തുലാസില് അവിടെ വെക്കും. എന്നിട്ട് ഇയാള് മനസ്സ് തട്ടിപ്പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സ് തട്ടിപ്പറഞ്ഞത് ഇപ്പുറത്തെ തുലാസിലും വെക്കും. അപ്പം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് മേലേക്ക് പൊന്തും എന്നാ പറഞ്ഞത്. ഈ 99 തെറ്റും താഴേക്ക് പോയി. ഇത് കാണുമ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും ആ അടിമനോട്, എന്റെ അടിമ നീ എന്റെ സ്വർഗത്തിലേക്ക് കേറ്. സുബ്ഹാനല്ലാഹ്, എത്ര റഹ്മാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? മനുഷ്യന്മാർക്ക് വേണ്ടി. അവരെ സന്തോഷിപ്പിക്കാൻ, ഇവരെ സന്തോഷിപ്പിക്കാൻ. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളും അയാൾ എന്ത് വിചാരിക്കും നേരിട്ട് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അപ്പൊ ഇവിടെ ജസ്റ്റ് നമ്മൾ മനസ്സ് തട്ടിയിട്ടില്ല ഇലാഹ ഇല്ലല്ലാഹ് മനസ്സ് തട്ടി പറഞ്ഞെങ്കിൽ അത് വേറെ ഒരു ചാൻസ് ഉണ്ട് നമ്മളെ സ്വർഗത്തിലേക്ക് കയറാൻ എന്ന് പറയുന്നുണ്ട്. വേറൊരു ഹദീസിൽ അബൂ ദർദ ഗിഫാരി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, ആരെങ്കിലും മനസ്സ് തട്ടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാല് അവന് സ്വർഗത്തിലേക്ക് കടക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ സഹാബി ചോദിച്ച്, അയാൾ വ്യഭിചരിച്ചാലും കട്ടാലും ഒക്കെയും എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പോവോന്ന് ചോദിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വ്യഭിചരിച്ചാലും കട്ടാലും ഒക്കെ മനസ്സ് തട്ടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാല് അയാൾ സ്വർഗത്തിലേക്ക് പോകും എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെയും 2, 3 പ്രാവശ്യം ചോദിച്ചു,
ശരിക്ക് കട്ടാലും വ്യഭിചരിച്ചാലും എന്നാലും സ്വർഗത്തിൽ പോവോന്ന് ചോദിച്ചു. അപ്പൊ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നീ എന്നെ എത്ര പുഷ് ചെയ്താലും, ജസ്റ്റ് ഞാനൊരു ഇതാക്കിയിട്ട് പറയുന്നതാണേ, നീ എന്നെ എത്ര പുഷ് ചെയ്താലും എത്ര ഇതാക്കിയാലും നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, നമ്മൾ ആഗ്രഹം എന്താ വ്യഭിചരിച്ചാൽ ഇതാക്കിയാൽ എല്ലാം സ്വർഗത്തിൽ പോകും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ചെയ്യും എന്നാ പറയുന്നത്. മനസ്സ് തട്ടിട്ട് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞോ അയാള് സ്വർഗത്തിലേക്ക് കടക്കും എന്നാ പറയുന്നത്. അപ്പൊ നമ്മള് ഈ ലോകത്ത് എന്താ ഉള്ളത്, നമ്മളെല്ലാം ഒരു ടെസ്റ്റിലാണ് അല്ലെ ഉള്ളത്. ശരിയായ ഒരു ടെസ്റ്റിലാണത്. ഓരോ സ്റ്റെപ്പും, നമ്മുടെ ലൈഫിന്റെ ഓരോ സ്റ്റെപ്പും, ഈവൻ നിങ്ങളിപ്പോ ഇവിടെ ഇരിക്കുന്നത് ഒരു ടെസ്റ്റാണ്. നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും നിങ്ങളെ മക്കള് എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ അതൊരു ടെസ്റ്റാണ്. എന്തെങ്കിലും നല്ലത് കാണുന്നുണ്ടെങ്കിൽ അതൊരു ടെസ്റ്റാണ്. എല്ലാം ഒരു ടെസ്റ്റാണ്. നമുക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടെങ്കിൽ അത് എപ്പോഴും മാത്രമേ ബ്ലെസ്സിങ് ആവുള്ളൂ, ഞാമത്ത് ആവുള്ളൂ. അത് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ മാത്രമേ അത് ഞാമത്ത് ആവുള്ളൂ, അല്ലെങ്കിൽ അതൊരു ടെസ്റ്റ് ആവും. ഇപ്പൊ ഞാനൊരു പാവപ്പെട്ട ഒരു കുടുംബത്തിലാണെങ്കിൽ അതൊരു ടെസ്റ്റാണ്. അത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലായിട്ടല്ല നമുക്ക് പൈസ തരാതിരുന്നത്. എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ടെസ്റ്റ് മാത്രമാണ്. അങ്ങനെ ഓരോ കാര്യം, എന്റെ മക്കളായിക്കോട്ടെ, എന്റെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, എന്റെ ഉപ്പ ആയിക്കോട്ടെ, ഉമ്മ ആയിക്കോട്ടെ, എല്ലാം ഒരു ടെസ്റ്റാണ്. നല്ലത് ടെസ്റ്റാണ്. നല്ല കാര്യങ്ങൾ കാണുന്നത് ഒരു ടെസ്റ്റാണ്, ചീത്ത കാര്യങ്ങൾ കാണുന്നതും ടെസ്റ്റാണ്. നല്ലത് കണ്ടാല് നമ്മൾ നന്ദിയുള്ളവരായിരിക്കോ എന്നുള്ളതാണ് ടെസ്റ്റ്. നമുക്ക് എന്തെങ്കിലും നല്ലത് കണ്ടാല് നമ്മൾ നന്ദിയുള്ളവളാവോ എന്നുള്ളതാണ് ടെസ്റ്റ്. എന്തെങ്കിലും തെറ്റായ ഒരു കാര്യം കാണുമ്പോൾ അത് ഞാൻ ചെയ്യോ എന്നുള്ളതാണ് ടെസ്റ്റ്. അറ്റ് ലാസ്റ്റ് എന്താ വരിക? ഇതൊക്കെ ടെസ്റ്റാണ്. അറ്റ് ലാസ്റ്റ് ആര് വരും? മലക്കുൽ മൗത്ത് വരും, ഉറപ്പാണ്. ഇതിന് ഒരാൾക്കും ഒരു ഡിബേറ്റും ഇല്ല അല്ലെ. ഒരാളും ഡിബേറ്റ് ചെയ്യാത്ത ഒരു കാര്യം. ഈ ലോകത്തിൽ ഒരാൾക്കും ഒരു എതിരഭിപ്രായവും ഇല്ല. ഒരു സയന്റിസ്റ്റ് ആയിക്കോട്ടെ, ഹിന്ദുക്കളില് അവരുടെ റിലീജിയനിലായിക്കോട്ടെ, ക്രിസ്ത്യൻസിന്റെ റിലീജിയനിലായിക്കോട്ടെ, ഏത് മതത്തിലായാലും മരിക്കും എന്നുള്ളതിന് ഒരാൾക്കും ഒരെതിരഭിപ്രായവും ഇല്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഏത് രാജാവും ഏത് പാവപ്പെട്ടവനും ഏത് അടിമയും ഒക്കെയും എല്ലാവരും മരിക്കും. പിന്നെ എങ്ങനെയാ നമ്മൾ ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്? നമ്മൾ ശരിക്കും ഇത് മനസ്സിലാക്കിയെങ്കിൽ ഈ നെക്സ്റ്റ് മൊമെന്റ് ഞാൻ മരിക്കും എന്തുറപ്പാണുള്ളത്? ഈ ഒരു ഒത്തുചേരൽ കഴിഞ്ഞിട്ട് 3:30 ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാല് 3:35 എന്റെ മരണമാണ്, എനിക്ക് അറ്റാക്ക് ആയിട്ട് ഞാൻ ഇവിടെ താഴെ വീഴൂലെന്ന് എന്താ ഇത്ര വല്ല ഉറപ്പുള്ളത്? എല്ലാം തീർന്നില്ലേ? എനിക്ക് ആ പണി എടുക്കണം, എനിക്ക് അവിടെ പോണം, എന്റെ സ്വത്ത്, എന്റെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ എന്റെ ഖബറിലേക്ക് വെക്കുമ്പോ ഇതെല്ലാം ഇതെല്ലാം വേറെ ആൾക്കാർ എടുത്തോണ്ടുവരും. അപ്പൊ എങ്ങനെയാ അങ്ങനെ ജീവിക്കാൻ തോന്നുക? ജസ്റ്റ് നെക്സ്റ്റ് മൊമെന്റ്, ഓരോ സ്റ്റെപ്പും അള്ളാഹിലേക്കുള്ള യാത്രയാണെന്നുള്ള ആ ഒരു തോട്ട് ഇല്ലാണ്ട് എങ്ങനെയാ ഒരാൾക്ക് ജീവിക്കാൻ കഴിയാന്ന് സലഫുകൾ പറയുന്നുണ്ട്. അതെങ്ങനെ ഇത്രയും സന്തോഷത്തോടെ അവർക്ക് ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളത്. ഇപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമ്മളെ നാട്ടില് ഏതെങ്കിലും 2 ക്രിമിനൽസ് ഇറങ്ങിയെന്ന് വിചാരിക്കും. ക്രിമിനൽസിനെ കിട്ടുന്നില്ല, ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ന്യൂസ് കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം ഈ ക്രിമിനൽസ് എന്റെ വീട്ടില് അല്ലെങ്കിൽ നിങ്ങളെ വീട്ടില് കത്തയക്കുന്നു, അടുത്തത് ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ട്, നാളെ നിന്റെ മരണാണ്, ഞാൻ നിന്നെ കൊല്ലാൻ വരും എന്ന് പറഞ്ഞിട്ട്. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മൾ അന്ന് രാത്രി ഉറങ്ങുമോ? ടെൻഷൻ ആവൂലേ? ഉറങ്ങുന്നുണ്ടെങ്കിൽ തന്നെ ഡോറിന്റെ അവിടെ മൊത്തം ആ ക്രിമിനലിനെ, ആ ഗുണ്ടകൾക്കൊന്നും ഉള്ളിൽ വരാൻ കഴിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇങ്ങനെ കുത്തി നിറച്ചിട്ട് ഡോറിന്റെ അവിടെ ഇങ്ങനെ എന്തെങ്കിലും വെക്കൂലേ? അത്രക്ക് നമ്മളിങ്ങനെ ഇത്രക്ക് ഇങ്ങനെ പേടിച്ചിട്ട് അത്രക്ക് തക്കവയോടുകൂടിയാണ് നമ്മൾ ജീവിക്കുക ആ സമയത്ത്. അല്ലെങ്കിൽ ഒരു ഡോക്ടർ പറഞ്ഞാൽ മതിയില്ല, ഇനി 3 മാസം കൂടിയേ ഉള്ളൂ. ഈ 3 മാസം കൂടി ഉള്ളൂ എന്ന് പറയുമ്പോ പിന്നെ ഭയങ്കര തൗബയിലേക്ക് പോകും, പിന്നെ സക്കാത്ത്, അത് ഇതൊക്കെ മനുഷ്യന്മാരാണ് ഈ പറയുന്നത്. മനുഷ്യന്മാരാണ് പറയുന്നത് നിന്നെ ഞാൻ കൊല്ലും എന്നുള്ളത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നീ മരിക്കും, നീ മരണം ആസ്വദിക്കും. യാ ആയിഷ, യാ ആമിന, യാ ജസീറ, നീ മരണം ആസ്വദിക്കും, ഉറപ്പാണ്. ഇത് ഞാൻ എന്നോടും കൂടി തന്നെ പറയുന്നത്. നീ മരണം ആസ്വദിക്കും. നമ്മളിത് എവിടത്തേക്കായി ഓടുന്നത്? നമ്മൾ മരണത്തിൽ നിന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. എത്ര നമ്മൾ ഓടിയാലും നമ്മുടെ ബാക്കില് നമ്മളൊരു വീട്ടിൽ തന്നെ നമ്മൾ ഒന്നിച്ചിട്ട് നിൽക്കുമ്പോൾ ഭാര്യ ഭർത്താവില് പെട്ടെന്ന് ഭർത്താവ് മരിച്ചു പോകുന്നില്ലേ പിറ്റേന്ന്? ഇപ്പൊ മലക്കുൽ മൗത്ത് നമ്മളെ കടന്നിട്ടല്ലേ ആ ഭർത്താവിന്റെ അടുത്തേക്ക് വന്നത്? അതുപോലെ എന്റെ അടുത്തേക്കും വരൂലേ? ഉറപ്പല്ലേ? അതിനകത്ത് എവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്?
നമ്മൾ ഞാനിതൊന്നും പുതിയ കാര്യമല്ല പറയുന്നത്. നിങ്ങൾ ഒരുപാട് ക്ലാസ് വെക്കുന്നുണ്ട്, ഒരുപാട് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇതാക്കുന്നുണ്ട്. ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നമുക്ക് ആദ്യം തന്നെ ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞത് മെയിൻ ആയിട്ട് സ്വർഗം, നരകം, അന്ത്യനാൾ, അള്ളാനെ കണ്ടുമുട്ടുക, മരണം, ഇതിനെ പറ്റിയിട്ടായിരുന്നു ഭയങ്കരമായിട്ട് പറഞ്ഞത്. അപ്പൊ മെയിൻ ആയിട്ട് ഈവൻ നമ്മൾ എത്ര ഓടി ഒളിക്കാൻ നോക്കിയാലും നമ്മുടെ ബാക്കിൽ നിന്ന് വിട്ടുപോകാത്തൊരു സംഭവമാണ് ഈ മരണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മൾ റൂഹ് ഇട്ട് കഴിഞ്ഞാലേ നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് അത് അവസാനിക്കുന്നത് നമ്മുടെ മരണം എപ്പോഴാണ് റൂഹ് എടുക്കുന്നത് അന്നത് അവസാനിക്കും. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കേ. മലക്കുൽ മൗത്തിനെ കാണുന്നത് നമ്മുടെ കണ്ണിങ്ങനെ ശരിക്ക് കാണുന്ന പറയുന്നത്. നമ്മൾ മോശമായ ഒരു റൂഹാണെങ്കിൽ സുബ്ഹാനല്ലാഹ് വരുന്ന മലക്കുണ്ടല്ലോ, യാ റബ്ബേ അങ്ങനെ ഒരാളെ ആക്കരുത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ നനഞ്ഞ കോട്ടൺ ഒരു മുള്ളിൽ നിന്ന് എങ്ങനെ ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുന്നത് അതുപോലെ ആയിരിക്കും റൂഹ് എടുക്കുക എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മേലെ ആകാശത്തിലേക്ക് കൊണ്ടുപോയി പറയും, ഇത് ഏത് അടിമന്റെയാണ് ഇത്രയും നാറ്റമുള്ളത്? അപ്പൊ നമ്മളിതൊക്കെ ജസ്റ്റ് ആർക്ക് വേണ്ടിയിട്ടാ? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുന്നത്. നമ്മളോട് തന്നെ ചോദിക്കുക, ഞാൻ ഇത് എവിടെയാ നിൽക്കുന്നതെന്നുള്ളത്. ഇതൊരു ചെറിയൊരു ട്രിപ്പായിട്ട് മാത്രം കാണാം. നിങ്ങൾ ഈ ദുനിയാവിൽ നിൽക്കുന്നത് ചെറിയൊരു ട്രിപ്പാണ്. ഇപ്പൊ നിങ്ങളെ നാട്ടിൽ നിന്ന് ടൗണിലേക്ക് പോകണമെങ്കിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ തയ്യാറെടുക്കോ? ഇല്ല, ജസ്റ്റ് ഒരു പർദ്ദയിടും, എന്താ ആവശ്യമുള്ള പൈസ കൈമിൽ വെക്കും, എന്നിട്ട് ടൗണിലേക്ക് പോകും. നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരു ഹജ്ജിന് പോകണോ അല്ലെങ്കിൽ അമേരിക്കയിൽ പോകണോ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അതേപോലെ പൊട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഫുള്ള് സെറ്റ് അല്ലേ, അവിടത്തേക്ക് ഇനി ആവശ്യമൊന്നുമില്ലല്ലോ, പാസ്പോർട്ടൊക്കെ പാക്ക് ചെയ്ത് അങ്ങനെ നിങ്ങൾ പാക്ക് ചെയ്യും. കാരണം അത് വലിയൊരു യാത്രയാണ് അല്ലെ. അതേപോലെ ദുനിയാവ് എന്ന് പറയുന്നത് ചെറിയൊരു യാത്രയാണ്, ജസ്റ്റ് ഒരു കുഞ്ഞു യാത്രയാണ്. ഇനി വരാൻ കിടക്കുന്നതാണ് ഏറ്റവും വലിയൊരു യാത്ര. ഖബർ, അതിനുശേഷം കാഹളമുത്ത്, അതിനുശേഷം ഖബറിന്ന് എഴുന്നേൽക്കല്, ഷഫാഅത്ത്, അള്ളാന്റെ മുന്നിൽ നിൽക്കല്, ബുക്ക് കയ്യിൽ തരുത്ത്, അത് കഴിഞ്ഞാല് മീസാൻ തുലാസില് അത് നോക്കല്, ഔദുൽ കൗസർ, എന്നിട്ട് സിറാത്ത് പാലത്തിൽ കിടക്കല്, അൽ ഖന്തറ എന്ന് പറഞ്ഞ പാലത്തിൽ കിടക്കല്, എന്നിട്ട് മാത്രമേ നമ്മൾ സ്വർഗത്തിലേക്ക് കിടക്കൂ. അപ്പൊ ഇത്രയും വലിയ ജേർണീനെ നമ്മൾ ഈ കുഞ്ഞ് ദുനിയാവിന്റെ ഈ കുഞ്ഞ് ഇതിനെ വേണ്ടിയിട്ട് നമ്മൾ ഈ കളയണോ? നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. ഇതിപ്പോ പോയി, ആ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞ പോലെ ഇത് ഭയങ്കര ടഫാണ്. പക്ഷെ ഫുദൈൽ ഇബ്നു ഇയാദ് എന്താ പറഞ്ഞത്? ടഫല്ല. ഇനി അങ്ങോട്ടുള്ളത്, ഇനിയുള്ള ജീവിതം, ഈ ഒരു മൊമെന്റ്, ഈ ഒരു നിമിഷം മുതൽ അങ്ങോട്ടുള്ള ജീവിതം അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് മാത്രമാക്കുക. അള്ളാഹ് റഹ്മാൻ റഹീമാണ്. നമ്മൾ മരണം ഉണ്ടല്ലോ ഒരു എക്സാം പേപ്പർ പോലെ കണ്ടാൽ മതി. അപ്പൊ എനിക്ക് നാളെ എക്സാം ഉണ്ട് എന്ന് പറഞ്ഞാല് ഞാനിപ്പോ ഇങ്ങനെ വെറുതെ ജോളി അടിച്ച് നടക്കോ? ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ. ഇപ്പൊ നിങ്ങളിൽ തന്നെ നിങ്ങളെ ക്ലാസ്സിൽ എക്സാം ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രിപ്പയർ ചെയ്യൂലേ? തലേന്ന് ഫുള്ള് ഇരുന്ന് പഠിച്ച് ഇതാക്കി അങ്ങനെ ആക്കൂലേ? സെയിം ആണ് മരണം എന്ന് പറഞ്ഞാല്. നിങ്ങൾ എക്സാം പേപ്പറാണത്. ഏത് നിമിഷവും വരാം, അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണ്ടേ? നമ്മൾ വെറുതെ കളിച്ച് നടക്കൂലേ? എക്സാം ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും കളിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ആ എക്സാം വന്ന് കഴിഞ്ഞാല് ആ ഒരു വ്യക്തിക്ക് മനസ്സിലാവും, ഞാൻ വെറുതെ കളിച്ചിടണം, ആ സമയത്ത് പഠിച്ചാൽ മതി. സെയിം തന്നെയാ നമ്മൾ പറയാൻ പോകുന്നത്. മരണം വന്നതിന് സമയത്തിന് ചെയ്താ മതിയേ. അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കണമെങ്കിൽ എന്നും മരണം ഉണ്ടല്ലോ ഇങ്ങനെ മുന്നിൽ കാണണം. എന്നിട്ട് നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുക്കുക. അതായത് ഒരു സെലഫ് ചെയ്ത് എന്താന്ന് വിചാരിച്ചാല് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഉള്ളില് ഒരു കുഴി കുഴിക്കും എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും, കുഴി കുഴിക്കും എന്ന് പറയുന്നുണ്ട്, ഖബർ പോലെ. എന്നിട്ട് അവിടെ എപ്പോഴാണോ അദ്ദേഹത്തിന് ഈ ദുനിയാവായിട്ട് ഒന്ന് അടുക്കുന്നെന്ന് തോന്നുന്നത്, ഈ മരണത്തിന്റെ ഓർമ്മ ഇല്ലാതായി പോകുന്നത്, ആ സമയത്ത് അദ്ദേഹം എന്താക്കും? ആ ഖബറിന്റെ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കടക്കും. എന്നിട്ട് എണീച്ചിട്ട് വന്നിട്ട് പറയും, അൽഹംദുലില്ലാഹ് യാ റബ്ബേ, എനിക്ക് നീ രണ്ടാമത്തെ ചാൻസ് തന്നല്ലോ. നിങ്ങൾക്കുള്ള ഓരോ ശ്വാസവും രണ്ടാമത്തെ ചാൻസ് ആണ്. അള്ളാഹ് പിന്നെയും പിന്നെയും പറയുന്നതാണ്, തൗബയിലേക്ക് വാ, എന്റെ അടുത്തേക്ക് വാ. ഒരിക്കലും വിചാരിക്കണം നമ്മളെന്തോ ഭയങ്കരമായിട്ടാണ് നമ്മൾ ഈ ജീവിച്ചു പോകുന്നത്. നമ്മൾ ഭയങ്കരമായോണ്ട് എനിക്ക് ഭയങ്കര കാറും വീടും ഒക്കെ ഉള്ളത് ഒരിക്കലും അല്ല. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ടെസ്റ്റ് ആണ്. ഓരോന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അള്ളാന്റെ പിടുത്തം കിട്ടിയാലുണ്ടല്ലോ, അള്ളാഹ് ശദീദുൽ ഇഖാബാണ്, അള്ളാന്റെ ശിക്ഷ കഠിനാണ്. അള്ളാഹ് പിടിക്കാൻ നോക്കിയാലുണ്ടല്ലോ അതൊരു വല്ലാത്ത പിടുത്തായിരിക്കും. നമ്മളെല്ലാരും എന്താ പറയാ, അള്ളാഹ് ഗഫൂർ അല്ലേ, അള്ളാഹ് ഭയങ്കര പുറത്തു തരുന്നല്ലേ, അങ്ങനല്ലേ, അതില് മാത്രം ഒതുക്കല്ലേ. അള്ളാഹ് കഠിനമായി ശിക്ഷിക്കുന്നതിനും കൂടിയാണ്.
ആരെയാ പറ്റിച്ച് നടക്കുന്നേ? ഇത് ഞാൻ എന്നോട് കൂടി തന്നെയാ പറയുന്നത്. ഇത് ആരെയാ നമ്മളെ പറ്റിച്ച് നടക്കുന്നേ? ഈ ആകാശം ഭൂമി ഉണ്ടാക്കിയ എന്റെ റബ്ബിനെയോ? ഇനി എത്ര കാലമായി പറ്റിച്ച് നടക്കുക? അള്ള ഒരു കാര്യം ചെയ്യണം എന്ന് പറയുമ്പോ ഈ അള്ളാന്റെ ഭൂമിയിൽ എങ്ങനെയാ അത് ചെയ്തിട്ട് അള്ള ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തിട്ട് നടക്കാൻ ഇത്ര അഹങ്കാരം എവിടുന്ന? അള്ളഹാനോടാണോ നമ്മൾ ഈ കളിക്കുന്നത്? ഇടക്കിടക്ക് ഓർമ്മിച്ചോ, ഇത് എവിടത്തേക്കാ നമ്മുടെ പോക്ക് എന്നുള്ളത്. ആരുമായിട്ടാണ് നമ്മൾ കളിക്കുന്നതെന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ടാണ്. നമ്മൾ വിചാരിക്കും ഇത്ര തെറ്റും ചെയ്തിട്ട് അള്ള ഇതുവരെ പിടിച്ചിട്ടില്ലല്ലോ. അള്ള പിടിക്കുമ്പോൾ ഒരു പിടുത്തുണ്ടല്ലോ, അതൊരു ഒന്നൊന്നര പിടുത്തായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാരും കാക്കട്ടെ. അതൊരു വല്ലാത്ത പിടുത്തായിരിക്കും. പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ എന്താക്കുക, ഓരോ നിമിഷവും ഈ മരണം മുന്നിൽ നമ്മളിങ്ങനെ സെൽഫി എടുക്കൂലേ, നമ്മുടെ മുഖം ഇങ്ങനെ സെൽഫി എടുക്കൂലേ, ആ മുഖത്തിൽ എന്ത് കാണുക? നമ്മുടെ മയ്യത്ത് കാണാം. എന്റെ മയ്യത്ത്, എന്നെ കഫൻ ചെയ്ത എന്റെ മയ്യത്ത് ഖബറിൽ വെക്കുന്നു, ഇതൊക്കെ കാണാം. ഫുൾ ടൈം ഇത് കണ്ടുകൊണ്ടിരുന്നാല് നമ്മുടെ ലൈഫ് മാറും എന്നാ പറയുന്നത്. നമ്മൾ പല കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ട്. അപ്പൊ ആ സമയത്ത് എന്റെ മരണം മുന്നിൽ കണ്ടിനെങ്കിൽ, എന്റെ മയ്യത്തിന്റെ ആ ഒരു കഫൻ ചെയ്ത എന്റെ മുഖം ഞാൻ അവിടെ കണ്ടിനെങ്കിൽ, പിന്നെ അത് ചെയ്യണോ വേണ്ടിയോന്ന് ഞാൻ 2 പ്രാവശ്യം ചിന്തിക്കും എന്നാ പറയുന്നത്. എനിക്കിപ്പോ ഒരു പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, കഫൻ ചെയ്ത് എന്റെ ആ മയ്യത്ത് എന്റെ മുന്നിൽ കാണുക, ആ സമയത്ത് ഞാൻ ചിന്തിക്കും ഇനി പാട്ട് കേൾക്കണോ വേണ്ടയോ എന്നുള്ളത്. എനിക്ക് ഹിജാബില്ലാതെ പുറത്തിറങ്ങണം എന്നാണെങ്കിൽ എന്റെ മയ്യത്ത് ഫുള്ളായിട്ട് കവർ ചെയ്ത് എന്റെ മയ്യത്ത് മുന്നിൽ കാണാം. അപ്പൊ നമുക്ക് തീരുമാനിക്കാൻ പറ്റും ഞാൻ അങ്ങനെ നടക്കണോ വേണ്ടയോ എന്നുള്ളത്. അറ്റ് ലാസ്റ്റ് അള്ളാന്റെ അടുത്തേക്കാണേ പോകേണ്ടത്, വേറെ ഒരാളെടുത്തേക്കുമല്ല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നല്ല ഒരു വിശ്വാസം ഉണ്ടായി, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരും. ഞാൻ തൗബ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. കാരണം നമ്മൾ ആദമിന്റെ സന്തതികൾ എന്തായാലും തെറ്റ് ചെയ്യും, ഉറപ്പാണ് അല്ലെ. നമ്മളിപ്പോ എന്ത് കളി കളിച്ചാലും നമ്മൾ തെറ്റ് ചെയ്യും. പക്ഷെ തെറ്റ് ചെയ്താൽ അന്നേരം തന്നെ സുജൂദിലേക്ക് വീഴാ, യാ റബ്ബേ പുറത്തു തരാൻ. തെറ്റ് ചെയ്തു പോയി, അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും, അത് ഉറപ്പാണ്. പക്ഷെ അതൊന്നും ഇല്ല, ഞാനിങ്ങനെ കോൾ ചെയ്യാം, എന്റെ ഇഷ്ടമുള്ള പോലെ എനിക്ക് തോന്നിയ പോലെ ഞാൻ വർത്താനം പറയും, എനിക്ക് തോന്നിയ പോലെ ഞാൻ കളിക്കും. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പിടുത്തം ഒരിക്കൽ വരന്നെ ചെയ്യും. നമ്മുടെ ദീൻ എന്ന് പറയുന്നത് വിജയമാണ്, ഉറപ്പാണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, എവിടെയാണ് 5 നേരവും ബാങ്ക് കൊടുക്കുന്ന മുഅസ്സിന് ഈ തൊണ്ടേന്ന് എടുത്തിട്ട് ലങ്സ് എടുത്തിട്ട് ഹയ്യാലൽ ഫലാ എന്ന് പറയുമ്പോ വിജയത്തിലേക്ക് വന്ന് 5 നേരവും പറഞ്ഞോണ്ടിരിക്കുന്നതാണ്. വേറെ എവിടെ നമുക്ക് കാണാൻ പറ്റത്? 5 നേരം പറയുന്നത് എന്താ? വിജയത്തിലേക്ക്. അപ്പൊ നമുക്ക് ക്ലിയർ ആണ്, വിജയം ഇവിടെ അല്ല. വിജയം എവിടെയാണ്? അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്താണ് വിജയമുള്ളത്. എന്നിട്ടും നമ്മൾ ഈ ദുനിയാവിലെ തന്നെ അള്ളാഹ് പറയുന്നുണ്ട്, ഞാൻ ഈ ദുനിയാവ് ഒന്നുമല്ല, അവിടെ ആഖിറാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും നമുക്ക് ഈ ദുനിയാവ് മതി. ജസ്റ്റ് ഒന്ന് നോക്ക് നമ്മൾ ആരെയാ പറ്റിക്കുന്നതെന്നുള്ളത്. വേറെ ഒരാൾ ഇതൊന്ന് പറയുമ്പോ നമ്മൾ വേറെ അവളങ്ങനെ ഇവളങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു നോക്ക്, ഞാൻ ഇങ്ങനെയാണോ യാ റബ്ബേ? ഞാൻ നിന്നെ പറ്റിച്ചിട്ടാണോ ജീവിക്കുന്നത്? എനിക്ക് നിന്നെ കണ്ടുമുട്ടണം എന്നുള്ള ഓർമ്മയില്ലേ? എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾ എല്ലാവരും സൂറത്ത് ബഖറ പഠിക്കുന്ന ആൾക്കാരാണല്ലോ, അതിൽ 5-ാമത്തെ ആയത്തില് എന്താ പറയുന്നേ? സൂറത്ത് ബഖറയിൽ 5-ാമത്തെ ആയത്തില് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? أولئك على هدى من ربهم ഉലൈക അലാ ഹുദ وأولئك മുഫ്ലിഹൂൻ. അവർക്കാണ് ഏറ്റവും നല്ല വിജയം എന്ന് പറയുന്നുണ്ട് അല്ലെ, മുഫ്ലിഹൂൻ. അതെന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ മുഫ്ലിഹൂൻ തന്നെ ഉപയോഗിച്ചെന്നറിയോ? കാരണം അറബിയിലെ വിജയത്തിന് ഫായിസ് എന്നൊക്കെ അർത്ഥമുണ്ട്, ഫായിസുൻ ഒരുപാട് അർത്ഥമുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത് മുഫ്ലിഹൂൻ, ഫല എന്നുള്ള ആ ഒരു ഇതിൽ നിന്നാ വരുന്നത്. വിജയികൾ, വലിയ വിജയമോ സ്വർഗം, എന്തോ വിജയികൾ എന്നുള്ള അർത്ഥത്തിലാണ്. വലിയ വിജയം സ്വർഗം എന്ന് പറഞ്ഞുകൊണ്ടാ? ഇല്ല, കാരണം വിജയം എന്ന് പറയുന്നത് അറബിയില് വേറെയും കുറെ, വിജയത്തിന് അറബിയില് വേറെ കുറെ അർത്ഥമുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫല എന്നുള്ള ആ ഒരു വേർഡിൽ നിന്നാണ് മുഫ്ലിഹൂന് കൊണ്ടുവന്നത്. അതെന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കി ഒന്നും ഉപയോഗിക്കാണ്ട് ഇവിടെ അത് മാത്രം കൊണ്ടുവന്നത്? കാരണം എന്തോ ഫലാഹ് എന്ന് പറഞ്ഞ കർഷകൻ എന്നൊക്കെ പറയില്ലേ? യെസ്, ഫല എന്ന് പറഞ്ഞാല് കർഷകനാണ്. കർഷകൻ എങ്ങനെയാ ജീവിക്കുക?
ഒരാള് ഒരു വിത്ത് ഉള്ളിൽ നട്ട് കഴിഞ്ഞാല് പിന്നെ കർഷകന് ആ ഒരു വിത്തിന് വിളവെടുക്കണമെങ്കിൽ 1 വർഷം കഴിയണം അല്ലെ. ആ 1 വർഷം വരെ കർഷകന് കഷ്ടപ്പെടേണ്ടി വരും. അതിന്റെ ഇടക്ക് മഴ വന്നിനെങ്കിൽ അത് വേറെ ടെൻഷൻ. ഫുള്ള് തവക്കുലാണ് അല്ലെ. അത് വരുവോ, പുറത്തേക്ക് വരുവോ, വരൂലേ എന്നുള്ള ആ ഒരു ഇതിലേക്കാ വരിക. ജസ്റ്റ് 1 മിനിറ്റ്. കാലം അത്രയും അള്ളാന്റെ നേർവഴിയിലായിരിക്കും അങ്ങനത്തെ വിജയത്തിനുള്ള ഓക്കെ, അപ്പൊ കർഷകൻ ഒരു വിത്ത് നട്ട് കഴിഞ്ഞാല് പിന്നെ വിളവ് കിട്ടണമെങ്കിൽ 1 വർഷം കഴിയണം. അപ്പൊ ആ 1 വർഷം കർഷകന് അറിയില്ല അത് വിത്ത് നട്ട് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരുവോ, പുറത്തേക്ക് വരില്ല. ഫുള്ള് തവക്കുലാണ്. ഫുള്ള് തവക്കുൽ എന്ന് പറഞ്ഞാല് ഒന്നും അറിയില്ല. അതിന്റെ ഇടക്ക് മഴ വന്നിനെങ്കിൽ അത് വേറെ പ്രശ്നം, അത് ഇത് ഫുള്ള് പ്രശ്നങ്ങളും കാര്യങ്ങളായിരിക്കും. പക്ഷെ ക്ഷമയോടുകൂടി ആ ഒരു വിളവെടുക്കുന്ന സമയത്തുണ്ടല്ലോ, അന്ന് അവർക്ക് ഉത്സവമായിരിക്കും എന്നാ പറയുന്നത്. ആ വിത്ത് കൊയ്യുന്ന സമയത്ത് അന്ന് അവർക്ക് ഉത്സവമായിരുന്നു. അതായത് കർഷകന് മാസത്തില് പൈസ കിട്ടുമോ? ഇല്ല. ആഴ്ചക്ക് ചെക്ക് കിട്ടുമോ? ഇല്ല. ആ 1 വർഷം കഴിഞ്ഞാൽ വിത്ത് കിട്ടുമ്പോ അത് വേറെ തന്നെ ഒരു ഫീലിംഗ് ആയിരിക്കും എന്നാ പറയുന്നത്. അപ്പൊ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. നമുക്ക് മുഫ്ലിഹൂൻ ആവണമെങ്കിൽ എന്താ? കഷ്ടപ്പാടുകൾ വരും, ടെൻഷൻ ഉണ്ടാവും. പക്ഷെ തവക്കുല് ചെയ്യുക. തവക്കുല് ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്തുണ്ട്? മുഫ്ലിഹൂൻ. അവർ എവിടെ ഉത്സവം നടത്തും? സ്വർഗത്തിൽ ഉത്സവം നടത്തും എന്നാ പറയുന്നത്. അന്ന് അവർ ബിസി ആയിരിക്കും, ജോളി അടിച്ചിട്ട് ബിസി ആയിരിക്കും എന്നാ പറയുന്നത്. അതാണ് അവിടെ മുഫ്ലിഹൂൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഓരോ ദിവസവും ഈ ഒരു ഇത് മനസ്സിൽ ഇങ്ങനെ കുറിച്ചിട്ടുകൊണ്ട് നിൽക്കുക. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഇത് ഓക്കെ ആണെങ്കിൽ, മരണം ഓക്കെ ആണെങ്കിൽ പിന്നെ അൽഹംദുലില്ലാ, പിന്നെ ബാക്കിയുള്ള യാത്രകൾ ഉണ്ടല്ലോ അത് അൽഹംദുലില്ലാ എളുപ്പമാവും. പക്ഷെ മരണം ടഫ് ആണെങ്കിൽ പിന്നെ അങ്ങോട്ടുള്ള യാത്ര ഒക്കെയും കഠിനമാവും എന്നാ പറയുന്നത്. ഭയങ്കര ടഫാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഓരോന്നും ഭയങ്കര ടഫാണ്. അപ്പൊ ജസ്റ്റ് നമുക്ക് ഈ ഭൂമിയിൽ എന്താ ശരിക്കും ആലോചിച്ച് നോക്കി, ശരിക്കും അത്ര ഭയങ്കര പ്രശ്നമുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലെ ജീവിക്കാൻ വേണ്ടിട്ട്? നമ്മൾ ശരിക്കും ചെയ്യാത്തത് കാരണം നമ്മൾ മറ്റുള്ളവർ വിചാരിച്ചിട്ട് മാത്രമാണ്. അയാൾ എന്ത് വിചാരിക്കുമോ, ഓളെന്ത് വിചാരിക്കും ഞാൻ അങ്ങനെ പറഞ്ഞാല്, അല്ലെങ്കിൽ ഇവളെന്ത് വിചാരിക്കും ഞാൻ അങ്ങനെ ചെയ്താല്, ആ ഒറ്റൊരു കാര്യം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ചെയ്യാതിരിക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് യാ അല്ലാഹ് ഇത് നീ പറഞ്ഞതാ, ഓക്കെ ഞാൻ ചെയ്തു. എന്നിട്ട് നമുക്ക് ധൈര്യത്തോടെ അള്ളാന്റെ മുന്നിൽ വന്നിട്ട് പറയാം, യാ റബ്ബേ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിനക്ക് വേണ്ടിയിട്ട് തന്നെയാ ഞാൻ ചെയ്തത്, വേറെ ഒരാൾക്കും വേണ്ടിയിട്ടല്ല. അപ്പൊ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലനെ കാണണം എന്നുള്ള പൂർണ്ണ ബോധമുണ്ട്. പക്ഷെ ബോധമില്ല. നമ്മളെ ഉള്ളിന്റെ ഉള്ളില് ഇല്ല, മൈൻഡിലുണ്ട് അള്ളാനെ കാണണം, പക്ഷെ ഹൃദയത്തിൽ അത് കേറിയിട്ടില്ല. ഹൃദയത്തിൽ കേറിനെങ്കിൽ എന്റെ ഈ ദുനിയാവ് ഈ ചെറിയൊരു വിരളിന്റെ അത്രയും എനിക്ക് ദുനിയാവിന് ആവശ്യമുള്ളപ്പോ ഞാൻ എന്റെ ദുനിയാവിന് എടുക്കുക. പക്ഷെ എന്റെ ആഖിറാണ് എനിക്ക് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള ഒറ്റൊരു നിയത്ത് മാത്രമേ ഉണ്ടാവൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് ഓരോ നിമിഷവും ഇത് എന്റെ റബ്ബിനെ എനിക്ക് കണ്ടുമുട്ടേണ്ടതാണ്. ഓരോ നിമിഷവും നിങ്ങളുടെ സ്വന്തം മയ്യത്ത് കഫൻ ചെയ്തത് ആ ഒരു പിക്ചർ നിങ്ങളുടെ മുഖത്തിന്റെ അവിടെ അടുപ്പിച്ചിട്ട് വെച്ചോ. ഓരോ കാര്യം ചെയ്യും, ഓരോ കാര്യം ചെയ്യും, എന്ത് കാര്യം ആയിക്കോട്ടെ. ഞാനിപ്പം മരിക്കും എന്നുള്ള ആ ഒറ്റ കാരണത്തിൽ ജീവിച്ചാല് നിങ്ങളെ ലൈഫ് പിന്നെ സെറ്റ് ആവും എന്നാ പറയുന്നത്. പിന്നെ നമുക്ക് വേറെ ഒരു വിഷയാവൂല നമുക്ക്. കാരണം എനിക്കറിയില്ലല്ലോ നെക്സ്റ്റ്. ഇപ്പൊ ഒന്ന് പറഞ്ഞോടെ, ഇപ്പൊ ഞാനിപ്പം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, അടുത്ത ബുധനാഴ്ച ഞാൻ ഉണ്ടാവും എനിക്ക് ഒരു ഉറപ്പുമില്ല. ചിലപ്പോ ഇന്ന് 7 മണിക്ക് നിങ്ങൾ കേൾക്കുമായിരിക്കും തൻസി മരിച്ചു എന്ന് കേൾക്കും, നമുക്കറിയില്ല. അപ്പം ഞാൻ നെക്സ്റ്റ് വലിയൊരു ജേണിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. അപ്പം നിങ്ങൾ ഓരോ ആൾക്കാരും ചോദിക്കുക, ഞാൻ റെഡിയാണോ ഈ വലിയൊരു മീറ്റപ്പിന്, അല്ലാഹു സുബ്ഹാനഹു വ തആലനെ കാണുക എന്നുള്ള ആ ഒരു മീറ്റിന് ഞാൻ റെഡിയാണോ എന്ന് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക. ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد.
യാ അല്ലാഹ് നീയാണ് അൽ മുജീബ് ഉത്തരം നൽകുന്നവൻ. യാ അല്ലാഹ് നീയാണ് അൽ ലത്തീഫ്, നീയാണ് എല്ലാം അറിയുന്നവൻ. യാ അല്ലാഹ് നിനക്കറിയാം എന്തിനാണ് ഇവിടെ നമ്മൾ ഓരോ ആൾക്കാരും ഒത്തുചേർന്നത് എന്ന്. യാ അല്ലാഹ് നിനക്കറിയാം ഇവിടെ ഓരോ ആൾക്കാരും പല നിയത്തുകളിലാണ് ഇവിടെ എത്തിച്ചേർന്നത് എന്നുള്ളത്. യാ അല്ലാഹ് നീ ഗഫൂർ ആണല്ലോ, നീ ഗഫീർ ആണല്ലോ. യാ ഗഫാർ ഇന്ന് ഇവിടെ നിന്ന് ഒരാളെയും നീ എഴുന്നേൽപ്പിക്കരുത്. ഞങ്ങൾ തൗബ ചെയ്ത് മടങ്ങി യാ റബ്ബേ, ഞങ്ങൾ തൗബ ചെയ്ത് മടങ്ങി യാ റബ്ബേ. ഈ ഒരു സദസ്സിൽ നിന്ന് തന്നെ ഞങ്ങൾ തൗബ ചെയ്ത് യാ റബ്ബേ. ഞങ്ങളുടെ തെറ്റുകൾ നീ മായ്ച്ചു കള യാ റബ്ബേ, ഞങ്ങളുടെ തെറ്റുകൾ നീ മായ്ച്ചു കളഞ്ഞ് അതിൽ നീ നന്മ കൊണ്ടെത്തിക്കുക യാ റബ്ബേ. യാ റബ്ബേ നിന്നെ കണ്ടുമുട്ടണം എന്നുള്ള പൂർണ്ണ ബോധമുണ്ട്. യാ അല്ലാഹ് നീ രക്ഷിക്കണേ, നിന്റെ സഹായം ഇല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനാവൂല യാ റബ്ബേ. യാ അല്ലാഹ് നിന്നെ കൂടുതലായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അറിയില്ലെങ്കിൽ നിന്റെ അടുത്തേക്ക് അവരെത്തിക്കണമേ യാ അല്ലാഹ്. യാ അല്ലാഹ് ഞങ്ങൾക്ക് എല്ലാവർക്കും ജന്നാത്തുൽ ഫിർദൗസ് തന്നെ അനുഗ്രഹിക്കണേ യാ റബ്ബേ. ഒരു ഹിസാബും കൂടാതെ നിങ്ങളുടെ വിചാരണ നീ എളുപ്പാക്കി തരണേ യാ റബ്ബേ. യാ റബ്ബേ സിറാത്ത് പാലം കടക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണെന്ന് അറിയാം റബ്ബേ. കണ്ണിമ വെട്ടുന്നത് പോലെ അത്രയും എളുപ്പത്തിൽ സിറാത്ത് പാലം കടക്കാൻ പറ്റണേ യാ റബ്ബേ. യാ റബ്ബേ ഞങ്ങളുടെ അവസാനം നീ നന്നാക്കി തരണേ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. യാ അല്ലാഹ് നിനക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കണേ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. യാ അല്ലാഹ് ഗസയിലുള്ള ആൾക്കാർ ഒരുപാട് പേർ കഷ്ടപ്പെടുന്നുണ്ട്. യാ അല്ലാഹ് അവർക്ക് താങ്ങുന്നതിൽ അപ്പുറം നീ ഒരു പരീക്ഷണം കൊടുക്കരുത് യാ റബ്ബേ. യാ അല്ലാഹ് യാ ഹസീബ് ഗസയിലെ ഉമ്മമാർക്ക് നീ ക്ഷമ കൊടുക്കണേ യാ റബ്ബേ. അവർ ഈ ലോകത്ത് നമുക്ക് കാണിച്ചു തന്നു ഈമാൻ ഉണ്ടാവുക എന്നത് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. യാ അല്ലാഹ് ഞങ്ങളുടെ ഈമാനും സ്ട്രോങ് ആക്കി തരണേ. ഗാസയിലുള്ള ആൾക്കാരുടെ പോലെ ഞങ്ങളുടെ ഈമാനും സ്ട്രോങ് ആക്കി തരണേ യാ റബ്ബേ. ഓരോ ഉമ്മമാരും പിറ്റേന്ന് മക്കളെ സ്വന്തം തലയില്ലാതെ കാണുന്നതാണ് യാ റബ്ബേ. യാ റബ്ബേ അവർക്ക് കൊടുത്ത ആ ഒരു ഈമാൻ നീ ഞങ്ങൾക്കും തന്നെ അനുഗ്രഹിക്കണേ യാ റബ്ബേ. യാ അല്ലാഹ് മുസ്ലിം നേതാക്കൾക്ക് നീ ഹിദായത്ത് നൽകണേ യാ റബ്ബേ. യാ അല്ലാഹ് മുസ്ലിം ഉമ്മത്തിനെ ഒത്തുചേർക്കണേ യാ അല്ലാഹ്. ഈ സമയത്തുള്ള ഫിർഔനുകളെ നീ നശിപ്പിക്കണേ യാ റബ്ബേ. മുസ്ലിമിന് നീ വിജയം നൽകണേ യാ റബ്ബേ. ഞങ്ങൾക്ക് എല്ലാവർക്കും ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ യാ അല്ലാഹ്. ഞങ്ങളുടെ അവസാനം നീ നന്നാക്കി തരണേ യാ റബ്ബേ. യാ അല്ലാഹ് ഞങ്ങളെ നീ ഖുർആന്റെ ആൾക്കാരാക്കണേ. ഖുർആൻ വായ കൊണ്ട് പറയാതെ ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഒരു ഖുർആനാക്കി മാറ്റിത്തരാൻ ഞങ്ങളുടെ ജീവിതം. യാ അല്ലാഹ് ഏതെങ്കിലും സ്ത്രീ കഷ്ടത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഭർത്താവിൽ നിന്നോ മക്കളിൽ നിന്നോ ആരിൽ നിന്നായാലും യാ റബ്ബേ നീ അവരെ സഹായിക്കണേ യാ റബ്ബേ. യാ റബ്ബേ എല്ലാ അസുഖങ്ങളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കണേ യാ റബ്ബേ. അറിയുന്നതും അറിയാത്തതുമായ എല്ലാ സുഖങ്ങളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കണേ യാ റബ്ബേ. ആത്മാർത്ഥതയോടുകൂടി ഷഹാദത്ത് കലിമ പറഞ്ഞ് നീ എപ്പോഴാണോ ഞങ്ങളിൽ തൃപ്തിപ്പെടുന്നത് അന്ന് നീ ഞങ്ങളെ വിളിക്കണേ യാ റബ്ബേ. ചെയ്തതൊക്കെയും നിനക്ക് വേണ്ടിയിട്ട് മാത്രാണ്. ഇവിടെ ഈ സദസ്സിൽ വന്നിരിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ട് മാത്രാണ്. നീയാണ് പറഞ്ഞത് വിളിക്ക് ഞാൻ ഉത്തരം നൽകാം എന്നുള്ളത്. യാ അല്ലാഹ് നീയാണ് പറഞ്ഞത് ചോദിക്ക് ഞാൻ തരാന്നുള്ളത്. യാ റബ്ബേ ചോദിക്കുന്നതാണ്. യാ റബ്ബേ ഉത്തരം താ. യാ റബ്ബേ ഉത്തരം താ. ഞങ്ങൾ ഇവിടെ ഇന്ന് തൗബ ചെയ്ത് ഇനി അടുത്തത് ഞങ്ങളുടെ മരണമാണെങ്കിൽ യാ റബ്ബേ ഈ തൗബ നീ സ്വീകരിക്കുക യാ റബ്ബേ. യാ റബ്ബേ ഈ തൗബ നീ സ്വീകരിക്കുക യാ റബ്ബേ. നീ ഉത്തരം താ യാ റബ്ബേ. അൻതൽ കരീം യാ അല്ലാഹ്. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. لا اله الا انت سبحانك اني كنت من الظالمين. السلام عليكم ورحمه الله وبركاته.